ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. വസന്ത നവരാത്രി ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധം 15-ാം അധ്യായത്തിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നലെ പകുതിയിലധികം ശ്ലോകങ്ങൾ കണ്ടു. 36 ശ്ലോകങ്ങളുള്ള അധ്യായം. 19-20 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. 19 ശ്ലോകങ്ങൾ കണ്ടു. മഹാബലി ചരിതം ആരംഭിച്ചതാണ്. മന്വന്തരങ്ങൾ പറഞ്ഞതിന് ശേഷം വൈവസ്വത മന്വന്തരത്തിലെ ഭഗവാന്റെ അവതാരം വാമനാവതാരമായിരുന്നു. മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് യാചിച്ചു മേടിച്ചു. മഹാബലിയെ ബന്ധിച്ച് സുതലത്തിലേക്ക് അയച്ചു എന്ന് ചുരുക്കി പറഞ്ഞ ആ കാര്യത്തെ വിസ്തരിച്ച് കേൾക്കാനുള്ള ജിജ്ഞാസയോടെ പരീക്ഷിത് രാജാവ് ശുകബ്രഹ്മർഷിയോട് ചോദ്യം ചെയ്തതിന് മറുപടിയായിട്ട് ശുകബ്രഹ്മർഷി ആ മഹാബലി ചരിതം പറയുകയാണ്. മഹാബലിക്ക് നഷ്ടപ്പെട്ട ജീവൻ ശുക്രാചാര്യര് മൃതസഞ്ജീവനി വിദ്യയിലൂടെ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തെ വിശ്വജിത്ത് യാഗം കൊണ്ട് ഈശ്വരാരാധന ചെയ്യിപ്പിച്ച് അതിലൂടെ വന്നതായിട്ടുള്ള രഥവും കുതിരകളും ആയുധങ്ങളും എല്ലാം കൊണ്ടും വളരെയധികം ശക്തനായി തേജസ്വിയായി, അതുപോലെ തന്നെ തന്റെ സേനാനായകന്മാരും മറ്റസുരന്മാരും എല്ലാവരും ശക്തന്മാരായി വലിയൊരു സൈന്യമായിട്ട് സ്വർഗത്തെ ആക്രമിക്കാനായി കൊണ്ട് പുറപ്പെട്ടതും ആ സ്വർഗത്തിന്റെ വർണ്ണനയുമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ആ സ്വർഗത്തെ വർണ്ണിക്കുന്നതിന്റെ 2-3 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് മഹാബലി ആ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തെ വളഞ്ഞ് ശംഖനാദം ചെയ്യുന്നതും അത് കേട്ട് ഭയപ്പെട്ട ഇന്ദ്രൻ ഇത് കണ്ട് മഹാബലിയുടെ ആ പ്രഭാവം കണ്ട് തനിക്കിപ്പോ മഹാബലിയോട് യുദ്ധം ചെയ്താൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഗുരുവായ ബൃഹസ്പതിയെ സമീപിക്കുന്നതും അതിന്റെ കാര്യകാരണങ്ങൾ ചോദിച്ചപ്പോൾ ബൃഹസ്പതി പറഞ്ഞുകൊടുത്തു, ഇപ്പോ യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. കാരണം ഇപ്പോ ഗുരുക്കന്മാരുടെ ബ്രാഹ്മണരുടെ അനുഗ്രഹത്താൽ വളരെ ഐശ്വര്യവാനായിരിക്കുകയാണ് മഹാബലി. കാലം അവന് അനുകൂലമായിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് എവിടുന്നെങ്കിലും എവിടേക്കെങ്കിലും മാറി താമസിച്ചു കൊള്ളുക, പ്രച്ഛന്ന വേഷധാരികളായിക്കൊള്ളുക. കാലം വരും, മഹാബലിക്ക് ക്ഷയം വരുന്ന കാലം വരും, നിങ്ങൾക്ക് വൃദ്ധിയുണ്ടാകുന്ന കാലം വരും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിക്കാം, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. ക്ഷമയോടുകൂടി കാത്തിരിക്കൂ
ഈശ്വരാനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഉപദേശിച്ചതനുസരിച്ച് ഇന്ദ്രനും ദേവന്മാരും സ്വർഗത്തിൽ നിന്ന് പിൻവാങ്ങുകയും പ്രച്ഛന്ന വേഷധാരികളായി മറഞ്ഞ് നടക്കുകയും ചെയ്യുകയാണ്. മഹാബലി ശക്തനായി സ്വർഗം പിടിച്ചടക്കിയതിനു ശേഷം പിന്നീട് ശുക്രാചാര്യർ അദ്ദേഹത്തെ 100 അശ്വമേധയാഗങ്ങളെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചു. അതൊന്നുകൂടെ അദ്ദേഹത്തെ ഇന്ദ്രതുല്യനാക്കി. 100 അശ്വമേധയാഗം ചെയ്താൽ ശക്ര പദവിക്ക് ഇരിക്കാൻ യോഗ്യനായി, ക്വാളിഫൈഡായി. അപ്പോൾ ആദ്യം പദവി പിടിച്ചടക്കിയതിന് ശേഷം പിന്നീട് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു. അതാണ് ഇവിടെ കാണുന്നതായിട്ടുള്ള ഈ 15-ാം അധ്യായത്തിലെ അവസാന ഭാഗം. നമുക്ക് വായിക്കാം, വായിച്ച് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 15-ോऽധ്യായഃ. രാജോവാച ബലേഃ പദത്രയം ഭൂമേഃ കസ്മാത് ഹരിരയാചത ഭൂതേശ്വര കൃപണവത് ലബ്ധാർത്ഥോപി ബബന്ധതം ഏതദ്വേദിതുമിച്ഛാമോ മഹത്കൗതൂഹലം ഹിനഃ യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസഃ. ശ്രീശുക ഉവാച പരാജിതശ്രീഃ അസുഭിശ്ചഹാപിതോ ഹീന്ദ്രേണ രാജൻ ഭൃഗുഭിः സജീവിതഃ സർവാത്മനാ താൻ അഭജത് ഭൃഗൂൻ ബലിഃ ശിഷ്യോ മഹാത്മാർത്ഥനിവേദനേന തം ബ്രാഹ്മണാ ഭൃഗവഃ പ്രീയമാണാഃ അയാജയൻ വിശ്വജിതാ ത്രിനാഗം ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേണ മഹാനുഭാവാഃ തതോ രഥഃ കാഞ്ചന പട്ടണദ്ധോ ഹയാശ്ച ഹര്യശ്വതുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഹുതാശനാദാസ ഹവിർബിരിഷ്ടാദ് ധനുശ്ച ദിവ്യം പുരടോപമദ്ധം തൂണാവരിക്തൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലാം അമ്ലാന പുഷ്പാം ജലജാം ച ശുക്രഃ ഏവം സ വിപ്രാർജിതയോധനാർത്ഥഃ തൈ കൽപ്പിതസ്വസ്ത്യയനോധ വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമഃ പ്രഹ്ലാദമാമന്ത്ര്യ നമശ്ചകാര അദാരുഹ്യ രഥം ദിവ്യം ഭൃഗുദത്തം മഹാരഥഃ സുസ്രഗ്ധരോധസംനഹ്യ ധന്വീ ഖഡ്ഗീധൃതേഷു ദിഃ ഹേമാംഗദലസദ്ബാഹുഃ സ്ഫുരന്മകരകുണ്ഡലഃ രരാജരഥമാരൂഢോ ധിഷ്ണ്യസ്തൈവ ഹവ്യവാട് തുല്യൈശ്വര്യബലശ്രീഭിഃ സ്വയൂഥൈർദൈത്യയൂഥപൈഃ പിബദ്ഭിരിവഖം ദൃഗ്ഭിഃ ദഹദ്ഭിഃ പരിധീനിവ വൃതോ വികർഷൻ മഹതീം ആസുരീം ധ്വജിനീം വിഭുഃ യയൗ ഇന്ദ്രപുരീം ശ്രുദ്ധാം കമ്പയന്നിവ രോദസീ രമ്യാം ഉപവനോദ്യാനൈഃ ശ്രീമദ്ഭിർനന്ദനാദിഭിഃ കൂജദ്വിഹംഗമിഥുനൈഃ ഗായന്മത്തമധുവ്രതൈഃ പ്രവാളഫലപുഷ്പോരുപാരശാഖാമരദ്രുമൈഃ ഹംസസാരസചക്രാഹ്വകാരണ്ഡവകുലാകുലാഃ നളിന്യോ യത്ര ക്രീഡന്തി പ്രമദാഃ സുരസേവിതാഃ ആകാശഗംഗയാ ദേവ്യാവൃതാം പരിഘഭൂതയാ പ്രാകാരേണ അഗ്നിവർണ്ണേന സട്ടാലേനോന്നതേന ച രുക്മപട്ടകവാടൈശ്ച ദ്വാരൈः സ്ഫടികഗോപുരൈः ജുഷ്ടം വിഭക്തപ്രപദാം വിശ്വകർമ്മ വിനിർമ്മിതാം സഭാചത്വരരഥ്യാഢ്യാം വിമാനൈർന്യർബുധൈർയുതാം ശൃംഗാടകൈർമണിമയൈർവജ്രവിദ്രുമവേദിഭിः യത്ര നിത്യവയോരൂപാः ശ്യാമാ വിരജവാസസഃ ഭ്രാജന്തേ രൂപവന്നാര്യോ ഹ്യർച്ചിർബിരിവ വന്നയഃ സുരസ്ത്രീകേശവിഭ്രഷ്ടനവസൗഗന്ധികസ്രജാം യാ യത്രാമോദമുപാദായ മാർഗ ആവാതി മാരുതഃ ഹേമജാലാക്ഷ നിർഗച്ഛദ്ധൂമേനാഗരുഗന്ധിന പാണ്ഡുരേണ പ്രതിച്ഛന്ന മാർഗേ യാന്തി സുരപ്രിയാഃ മുക്താപിതാനൈർമണിഹേമകേതുഭിः നാനാപതാകാവളിഭിരാവൃതാം
ശിഖണ്ഡി പാരാവത ഭൃംഗനാദിതാം വൈമാനിക സ്ത്രീ കളഗീതമംഗളാം മൃദംഗശങ്കാനകതുന്ദുഭിസ്വനൈഃ സതാളവീണാമുരജർഷ്ടിവേണുഭിഃ നൃത്യൈ സവാദ്യൈർ ഉപദേവഗീതകൈർമനോരമാം സ്വപ്രഭയാജിതപ്രഭാം യാം ന വ്രജന്ത്യധർമ്മിഷ്ഠാഃ ഖലാഭൂതദ്രുഹഷഡാഃ മാനിന കാമിനോ ലുബ്ധാ ഏഭിർഹീനാ വ്രജന്തി യത് താം ദേവധാനീം സപരൂധിനീപതിഃ ബഹിഃ സമന്താദ്രുരുധേ പൃതന്യയാ ആചാര്യദത്തം ജലജം മഹാസ്വനം ദദ്മൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം ഭഗവാൻ തമഭിപ്രേത്യ ബലേഃ പരമമുദ്യമം സർവദേവഗണോ വേദോ ഗുരും ഏതദുവാചഃ ഭഗവൻ ഉദ്യമോ ഭൂയാൻ ബലേഃ നഃ പൂർവവൈരിണഃ അവിഷഹ്യമിമം മന്യേ കേനാസീത് തേജസോർജിതഃ നൈനം കശ്ചിത് കുതോ വാപി പ്രതിവ്യോടും അതീശ്വരഃ പിബന്നിവ മുഖേനേദം ലിഹന്നിവ ദിശോ ദശ ദഹന്നിവ ദിശോ ദൃഗ്ഭിഃ സംവർത്താഗ്നിരിവോത്തിതഃ ബ്രൂഹി കാരണമേതസ്യ ദുർദർശത്വസ്യ മദ്രിഭോഃ ഓജസ്സഹോ ബലം തേജോ യതയേതത്സമുദ്യമഃ ഗുരുരുവാച ജാനാമി മഘവൻ സത്രോഃ ഉന്നതേഃ അസ്യ കാരണം ശിഷ്യായോപവൃതം തേജോ ഭൃഗുഭിർബ്രഹ്മവാദിഭിഃ ഭവദ്വിധോ ഭവാൻ വാപി വർജയിത്വാ ഈശ്വരം ഹരിം നാസ്യ ശക്തഃ പുരസ്താതും കൃതാന്തസ്യ യദാ ജനാഃ തസ്മാന്നിലയമുത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടപം യാതകാലം പ്രതീക്ഷന്തോ യതഃ ശത്രോർവിപര്യയഃ യേഷ വിപ്രബലോദർക്കഃ സമ്പ്രതി ഊർജിതവിക്രമഃ തേഷാം ഏവാപമാനേന സാനുബന്ധോ വിനങ്ക്ഷ്യതി ഏവം സുമന്ത്രിതാർത്താസ്തേ ഗുരുണാർത്ഥാനുദർശിനാ ഹിത്വാ ത്രിവിഷ്ടഭം ജഗ്മുഃ ഗീർവാണാ കാമരൂപിണഃ ദേവേഷ്വതനിലീനേഷു ബലിർവൈരോചനഃ പുരീം ദേവധാനീമധിഷ്ഠായ വശം നിന്യേ ജഗത്രയം തം വിശ്വജൈനം ശിഷ്യം മൃഗവഃ ശിഷ്യവത്സലാഃ ശതേന ഹയമേധാനാം അനൂരതം അയാജയൻ തതസ്തദനുഭാവേന ഭുവനത്രയ വിശ്രുതാം കീർത്തിം ദിക്ഷു വിതന്മാനഃ സരേജേ ഉഡുരാടിവ ബുഭുജേജ ശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംബിതാം കൃതകൃത്യമിവാത്മാനം മന്യമാനോ മഹാമനാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാമഷ്ടമസ്കന്ധേ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പം 15 മുതൽ 23 വരെയുള്ള 9 അധ്യായങ്ങളായിട്ട് മഹാബലി ചരിതം, വാമനാവതാരം വർണ്ണിക്കുകയാണ്. അതിന് കാരണമായത് മന്വന്തര കഥകൾ പറഞ്ഞപ്പോൾ വൈവസ്വത മന്വന്തരത്തിലെ ഭഗവാന്റെ അവതാരം വാമനാവതാരമാണെന്ന് സൂചന മാത്രം ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുത്തിരുന്നു. ആ സൂചനയെ ഓർമ്മ വെച്ചുകൊണ്ട് 14 മന്വന്തരങ്ങളുടെയും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ മന്വന്തര അധിപതികളുടെ ധർമ്മം എന്തൊക്കെയാണെന്നും വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ചോദിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ വളരെ ജിജ്ഞാസയോടെ ശുകബ്രഹ്മർഷി ചോദിച്ചു, എന്തിനാണ്
എല്ലാ ചരാചരങ്ങളുടെയും ഈശ്വരനായ ഭൂതേശ്വരനായ ഹരി ഒരു കൃപണനെ പോലെ, ഒരു ഭിക്ഷക്കാരനെ പോലെ, ഒരു ദീനനെ പോലെ ബലിയിൽ നിന്ന് പദത്രയം ഭൂമി യാചിച്ചത്. ഭഗവാനെ സംബന്ധിച്ച് ഈ ഭൂമി തന്നെ എത്രയോ നിസ്സാരം. ഭഗവാന്റെ ശരീര രോമകൂപങ്ങളിൽ നിന്ന് ഒരേ സമയം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരികയും അകത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഭാഗവതം ദശമസ്കന്ധത്തിലെ 14-ാം അധ്യായത്തിലെ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുമ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ ഭഗവാനോട് പറയുന്നു, അങ്ങയുടെ രോമകൂപങ്ങളിലൂടെ ഓരോ നിമിഷവും അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നു, അകത്തേക്ക് പോകുന്നു. അങ്ങനെയുള്ള ആ ഭൂതേശ്വരനായ ഹരി നിസാരമായ ഭൂമിയിൽ നിന്ന് 3 അടി മാത്രം യാചിക്കേണ്ട വല്ല ഗതികളും അദ്ദേഹത്തിനുണ്ടോ? എന്നിട്ടോ മഹാബലി അത് ദാനം ചെയ്തിട്ടും അദ്ദേഹത്തെ ബന്ധിച്ചു എന്നും പറഞ്ഞുവല്ലോ. ഇതറിയണം. ഇതിനെക്കുറിച്ച് എനിക്ക് മഹത്തായ കൗതൂഹലമുണ്ട്. പൂർണ്ണനായ ഈശ്വരൻ യാചിക്കുക എന്നത് എനിക്ക് ദഹിക്കുന്നില്ല. അതുപോലെ നിരപരാധിയായിട്ടുള്ള മഹാബലിയെ ബന്ധിച്ചതിന്റെയും കാരണം പറയൂ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോടായിക്കൊണ്ട് മഹാബലി ചരിതം ആരംഭിച്ചത്. ഇന്ദ്രനാൽ ദേവാസുര യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും വധിക്കപ്പെടുകയും ചെയ്തതായിട്ടുള്ള മഹാബലി ഭൃഗുവംശജാതന്മാരായ ശുക്രാചാര്യർ മുതലായ ബ്രാഹ്മണരാൽ പുനർജീവിപ്പിക്കപ്പെടുകയും അതുകൊണ്ട് സന്തുഷ്ടനായ മഹാബലി തന്റെ ഗുരുക്കന്മാരെ ധാരാളം ധനാദികൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അതിൽ പ്രീതനായ ഭൃഗുക്കൾ ഇദ്ദേഹത്തെ വിശ്വജിത്ത് എന്നൊരു യാഗം കൊണ്ട് യജിപ്പിച്ചു. സ്വർഗം ജയിക്കാനുള്ളതായിട്ടുള്ള ഒരു ഐശ്വര്യമുണ്ടാവാനുള്ള യാഗമാണ് വിശ്വജിത്ത്. വിശ്വജിത്ത് യാഗം ചെയ്തവർക്ക് സ്വർഗം ജയിക്കാൻ പ്രയാസമില്ല. അപ്പൊ അങ്ങനെയുള്ള വിശ്വജിത തൃണാകം ജിഗീഷമാണം വിധിനാ അഭിഷിച്ച് അയാചയൻ യജിപ്പിച്ചു. എന്നിട്ടോ മഹാഭിഷേകേണ അദ്ദേഹത്തിന് അഭിഷേകാദികളും ചെയ്ത് അദ്ദേഹത്തെ തയ്യാറാക്കി. അദ്ദേഹത്തിന് ഈ യാഗ കുണ്ടത്തിൽ നിന്ന് ഹുതാശനാദ് ആസ, ആ ഹുതാശനിൽ അഗ്നിയിൽ നിന്ന് കാഞ്ചനപട്ടണദ്ധമായ രഥവും ഹര്യശ്വതുരംഗവർണ്ണങ്ങളായ ഹയങ്ങളും സിംഹേന വിരാജമാനമായ ധ്വജവും എല്ലാം പൊങ്ങിവന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ദിവ്യമായ ധനുസ്, നല്ല സ്വർണം കൊണ്ട് കവചം തീർത്തിരിക്കുന്നത്, അതുപോലെ 2 ആവനാഴികൾ നിറഞ്ഞത് ദിവ്യമായ കവചം, അതുപോലെ അദ്ദേഹത്തിന്റെ പിതാമഹനായ പ്രഹ്ലാദൻ അദ്ദേഹത്തിന് അമ്ലാന പുഷ്പമായ ഒരു മാലയും വാടാമാല അദ്ദേഹത്തിന് സമർപ്പിച്ചു. ശുക്രാചാര്യർ ഒരു ശംഖത്തെ കൊടുത്തു, ജലജം ച ശുക്രഹ. ഇങ്ങനെ ബ്രാഹ്മണരാൽ സമ്പാദിക്കപ്പെട്ട ആയോധനാർത്ഥങ്ങളോടും കൂടി അദ്ദേഹം ബ്രാഹ്മണരെ നമസ്കരിച്ച് പ്രദക്ഷിണാദികൾ ചെയ്ത് പ്രണാമം ചെയ്ത് പ്രഹ്ലാദനോടും അനുജ്ഞ മേടിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. ആ രഥത്തിൽ കയറിക്കൊണ്ട് ആ രഥത്തിന്റെ അല്ലെങ്കിൽ ആ സൈന്യത്തിന്റെ വിസ്താരം എഴുന്നള്ളത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എവിടെയാണ് എത്തുന്നത്, എവിടേക്കാണ് അവർ പോകുന്നത്? രമ്യാം ഉപവനോദ്യാനൈഹി ശ്രീമദ്ഭിർ നന്ദനാദിഭി കൂജത് വിഹംഗമിഥുനൈർ ഗായൻ മത്തമധുവ്രതൈഹി. പ്രകൃതി രമണീയവും സർവ്വ ഐശ്വര്യ പരിപൂർണവുമായിട്ടുള്ള സ്വർണങ്ങളും രത്നങ്ങളും നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള വലിയ വലിയ മാളികകൾ, 7 നില മാളികകൾ നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് പോയി എന്ന് വളരെ വിസ്തരിച്ച് പറഞ്ഞു. അതിന്റെ തുടർച്ച നമുക്ക് 20-ാം ശ്ലോകം മുതൽക്ക് കാണാം. അപ്പൊ 19 വരെയുള്ള സ്വർഗവർണ്ണന നമ്മൾ കണ്ടു. തുടർന്ന് കാണാം. മുക്താവിതാനൈർമണിഹേമകേതുഭിഃ നാനാപതാകാവളിഭിരാവൃതാം ശിഖണ്ഡിപാരാവതഭൃംഗനാദിതാം വൈമാനികസ്ത്രീകളഗീതമംഗളാം. മുക്താവിതാനൈർ
മണിഹേമകേതുഭിः നാനാപതാകാവളിഭിരാവൃതാം ശിഖണ്ഡിപാരാവൃതഭൃംഗനാദിതാം വൈമാനികസ്ത്രീകളഗീതമംഗളാം. സ്വർഗത്തിന്റെ വർണ്ണന കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതാണ് മുക്താവിതാനൈഹി മണിഹേമകേതുഭിः നാനാപതാകാവളഭീഭിः ആവൃതാം. അപ്പോ ഈ രാജധാനി അല്ലെങ്കിൽ സ്വർഗം നല്ലതുപോലെ അലങ്കൃതം, ആവൃതം, എവിടെയും ഒന്നിനും കുറവില്ല. മുക്താവിതാനൈഹി, വിതാനങ്ങൾ എന്ന് പറഞ്ഞാല് മേൽഭാഗത്തുള്ള എന്താ പറയുക അലങ്കാരങ്ങൾ, സീലിംഗ്. അപ്പൊ സീലിങ്ങുകൾ നമ്മളൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ കാണാം. വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള മുത്തുകളും രത്നങ്ങളും ഒക്കെ പതിപ്പിച്ചതും ശില്പവേലകളോടുകൂടിയതും ഒക്കെ ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ മുക്താവിതാനൈഹി, മുത്തുമണികൾ, മുത്തുമാലകൾ കൊണ്ടുള്ള തോരണങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മേൽത്തട്ടുകൾ, സീലിംഗുകൾ. അതുപോലെ തന്നെ മണിഹേമ കേതുഭിഹി, മണി രത്നങ്ങളാണ്, ഹേമം സ്വർണങ്ങളാണ്. അപ്പൊ സ്വർണവും രത്നവും കൊണ്ടുള്ളതായിട്ടുള്ള കേതുക്കൾ, കേതു എന്ന് പറഞ്ഞാൽ ധ്വജങ്ങൾ. അപ്പൊ എല്ലായിടത്തും കൊടികളും അതിലൊക്കെ കൊടിക്കൂറകളുണ്ട്. എന്തൊക്കെയാണ്? നാനാ പതാകാവളിഭി വളഭീഭിരാവൃതം, നാനാവിധത്തിലുള്ളതായിട്ടുള്ള പതാകകളുള്ള വളഭികൾ. വളഭി എന്നുള്ളതിനും മേൽപ്പുര എന്നർത്ഥമുണ്ട്. അപ്പൊ മേൽഭാഗം, ഉയർന്ന ഭാഗങ്ങൾ എന്നർത്ഥമാണ്. തോരണങ്ങളും മറ്റും പതാകകളും ഒക്കെ കെട്ടാൻ വേണ്ടി ഉയർത്തിയതായിട്ടുള്ള പലതരം വർക്കുകൾ ഉണ്ടാവും അവിടെ. അപ്പൊ അങ്ങനെയുള്ള വളഭികളും എല്ലാം കൊണ്ടും ആവൃതാം നിറഞ്ഞിരിക്കുന്നു. അപ്പോ മുത്തുമണികൾ തോരണങ്ങളായിട്ട് മണി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഹേമങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള കൊടിമരങ്ങൾ, അതിലൊക്കെ വിവിധ വർണ്ണങ്ങളിലുള്ളതായിട്ടുള്ള പതാകകൾ കെട്ടിത്തൂക്കിയിരിക്കുന്ന വളഭികൾ അഥവാ മേൽത്തട്ടുകൾ, മേൽപ്പുരകൾ ഒക്കെ പറയാം. കമാനങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഓരോ മുഖപ്പുകളും, കെട്ടിടങ്ങൾക്കൊക്കെ മുഖഭാഗത്തായിട്ട് പല രീതിയിലുള്ള ഡെക്കറേഷൻ ഉണ്ടാവും, മുഖപ്പുകൾ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്നത് ആവൃതാം. ശിഖണ്ഡി പാരാവത ഭൃംഗനാദിതാം, നാദം, നല്ല ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട് അവിടെ. ആരുടെയൊക്കെ നാദങ്ങളാണ്? ശിഖണ്ഡി, ശിഖണ്ഡി എന്ന് പറഞ്ഞാല് മയിലുകളാണ്. അതുപോലെ പാരാവതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാവുകളാണ്. ഭൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടുകളാണ്. അപ്പൊ മയിലുകൾ, പ്രാവുകൾ, വണ്ടുകൾ മുതലായ ആ പക്ഷികളുടെയും അതുപോലെ വണ്ടുകളുടെയും എല്ലാം കളഗാനങ്ങളെ കൊണ്ട് നാദം ചെയ്യുന്നു. ശബ്ദം മുഖരിതമാണ്, വളരെ പ്രകൃതി രമണീയമാണ്, പൂക്കളെ കൊണ്ടും മറ്റുമൊക്കെ എന്നർത്ഥം. അതുപോലെ തന്നെ വൈമാനിക സ്ത്രീ കളഗീതമംഗളാം. വൈമാനിക സ്ത്രീ എന്ന് പറഞ്ഞാല് വിമാനത്തിലിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ വൈമാനികന്മാരുടെ സ്ത്രീകൾ, സ്വർഗവാസികളുടെ സ്ത്രീകൾ, വലിയ മാളികപ്പുറത്തിരിക്കുന്നവർ എന്നർത്ഥമാണ്. വിമാനങ്ങളിൽ ഇരിക്കുന്നവർ എന്ന് പറയുമ്പോൾ വലിയ ഉയരങ്ങളിൽ, മട്ടുപ്പാവുകളിലൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള, മാളിക മുകളിലൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള സ്ത്രീകളുടെ കളഗീത മംഗളാം. അവരുടെ കളകള ഗീതങ്ങൾ, പാട്ടുപാടുന്നുണ്ട്, അവർ ഉല്ലസിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് മംഗളപ്രദമായിരുന്നു സ്വർഗം മുമ്പേ, അല്ലെ? മഹാബലി അങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലുന്നതിന് മുമ്പുള്ളതായിട്ടുള്ള അവസ്ഥ പറയാണ്. അദ്ദേഹം അവിടേക്ക് ചെല്ലുന്നതോടുകൂടി അവിടെ ഒരു അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവും, ഒരു ഭയവും ശോകവും, അല്ലെ, ആകാംക്ഷയും എല്ലാം അവിടെ വന്ന് മൂടും, ഒരു ഡിപ്രഷൻ വരും. അത് വരയ്ക്കുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്ന് പറയാം. ഇദ്ദേഹം അവിടേക്ക് ആക്രമിക്കുന്നത് ഇവരൊന്നും അറിയുന്നില്ല. ഇവരൊക്കെ അറിയുന്നതിന് മുമ്പുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ഈ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. മുക്താവിതാനൈർമണിഹേമകേതുഭിഃ നാനാപതാകാവളിഭിരാവൃതാം ശിഖണ്ഡി പാരാവത ഭൃംഗനാദിതാം വൈമാനിക സ്ത്രീ കളഗീതമംഗളാം. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്രമണങ്ങൾ ഉണ്ടാവുക, അല്ലെ?
ചിലപ്പോൾ രോഗങ്ങളുടെ ആവാം, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള നഷ്ടങ്ങളുടെ ആവാം, ചിലപ്പോൾ ശത്രുക്കളുടെ ആവാം, മാനഹാനിയുടേതാവാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കും ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ നേരിടാം, സുഖമായിരിക്കുമ്പോൾ, പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ. അതുപോലെയാണ് ഇവിടെ ഐശ്വര്യ പരിപൂർണമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് മഹാബലിയുടെ ആക്രമണം വന്നു ചേരുന്നത്. അവിടെയും ഇതൊന്നും ഇവർ അറിയുന്നില്ല, സ്വർഗവാസികൾ അറിയുന്നില്ല. മൃദംഗ ശങ്കാനകദുന്ദു വിശ്വനൈഹി സതാളവീണാമുരജർഷ്ടിവേണുഭിഃ നൃത്യൈ സവാദ്യൈരുപദേവഗീതകൈഃ മനോരമാം സ്വപ്രഭയാജിതപ്രഭാം. മൃദംഗ ശങ്കാനകദുന്ദു വിശ്വനൈഃ സതാളവീണാമുരജർഷ്ടിവേണുഭിഃ നൃത്യൈ സവാദ്യൈരുപദേവഗീതകൈഃ മനോരമാം സ്വപ്രഭയാജിതപ്രഭാം. അപ്പൊ അവിടെ എന്തൊക്കെ സ്വനങ്ങൾ, ഏതൊക്കെ വാദ്യങ്ങൾ മുഴക്കപ്പെടുന്നു, അവിടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃദംഗം, ശംഖം, ആനകം, ദുന്ദുബി വാദ്യങ്ങളുടെ പേരുകളാണ്. വലിയ പെരുമ്പറയാണ് ആനക, പടഹം എന്നൊക്കെ പറയുന്ന പെരുമ്പറ. അപ്പൊ മൃദംഗം, ശംഖം, പടഹം, ദുന്ദുബി മുതലായ വാദ്യങ്ങളുടെ സ്വനൈഹി നാദങ്ങളെ കൊണ്ട് മുഖരിതം. അതുപോലെ സതാള വീണ മുരജ ഋഷ്ടി വേണുഭിഹി താളങ്ങൾ, പലതരത്തിലുള്ളതായിട്ടുള്ള താളങ്ങളും അതുപോലെ തന്നെയുള്ളതായിട്ടുള്ള വീണ മുഴങ്ങുന്നുണ്ട്, വീണയുടെ ഗാനം മുഴങ്ങുന്നുണ്ട്, മുരജം എന്ന് പറയുന്ന വാദ്യം മുഴങ്ങുന്നുണ്ട്, ഋഷ്ടി എന്ന് പറയുന്ന വാദ്യം, വേണു എന്ന് പറയുന്ന ഓടക്കുഴല്, പുല്ലാങ്കുഴല് അത് വായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധങ്ങളായ വാദ്യഘോഷങ്ങൾ, അതിന്റെ സ്വനങ്ങളെ കൊണ്ടും നൃത്യൈഹി സവാദ്യൈഹി ഉപദേവഗീതകൈഹി മനോരമാം നൃത്തങ്ങളെ കൊണ്ടും സവാദ്യൈഹി വാദ്യസഹിതമായിട്ടുള്ള നൃത്തങ്ങളെ കൊണ്ടും ഉപദേവഗീതകൈഹി ഉപദേവന്മാരെന്നാൽ ഗന്ധർവന്മാര്, കിന്നരന്മാര്, വിദ്യാധരന്മാര് മുതലായവരാണ് ഉപദേവന്മാര്. അപ്പൊ അവരുടെ ഗാനങ്ങളെ കൊണ്ടും ഗീതകൈഹി ഗന്ധർവാദികളുടെ പാട്ടുകളെ കൊണ്ടും മനോരമാം അവിടെയുള്ളവരുടെയും അവിടേക്ക് ആര് ചെല്ലുന്നു അവരുടെ മനസ്സിനെയൊക്കെ രമിപ്പിക്കുന്നതാണ്, മനസ്സിനെ ഹരിക്കുന്നതാണ്, അതിലേക്ക് ഇൻഡൾജ് ചെയ്യാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കും. അല്ലെ, ഏതൊരു സുഖമായിട്ടുള്ള അന്തരീക്ഷത്തിലും നമുക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അതുമായിട്ട് ഇഴുകിച്ചേരും, രമിച്ചു പോകും എന്ന് പറയും. അങ്ങനെയുള്ള മനോരമാം സ്വപ്രഭയാജിതപ്രഭാം. സ്വപ്രഭയ സ്വർഗം അതിന്റെ സ്വന്തം പ്രഭ കൊണ്ട് ജിതപ്രഭ പ്രഭ എന്ന ദേവിയെ ജയിച്ചിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ പ്രഭയെ കൊടുക്കുന്ന ദേവിയാണ് പ്രഭാദേവി. അപ്പൊ ആ പ്രഭാദേവിയെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രഭാദേവിയെ ആശ്രയിക്കാതെ തന്നെ സ്വകീയമായിട്ടുള്ള ഒരു പ്രഭ അതിനുണ്ട്, സ്വർഗത്തിനുണ്ട് എന്ന് പറയണം. അപ്പൊ അങ്ങനെയുള്ള ഐശ്വര്യ പരിപൂർണമായ സന്തോഷപ്രദമായ മനോരമമായ പ്രഭാപൂർണമായ സ്വർഗത്തിലേക്ക് മഹാബലി സൈന്യസമേതം ചെല്ലുകയാണ്. ആ സ്വർഗത്തിന്റെ മറ്റൊരു മഹിമ കൂടി പറയുന്നു. യാം നവ്രജന്ത്യധർമ്മിഷ്ടാഃ ഖലാഭൂതദ്രുഹഷഡാഃ മാനിന കാമിനോ ലുബ്ധാഃ യേബിർഹീനാ വ്രജന്തി യത്. യാം നവ്രജന്ത്യധർമ്മിഷ്ടാഃ ഖലാഃ ഭൂതദ്രുഹഷഡാഃ മാനിന കാമിനോ ലുബ്ധാഃ യേബിർഹീനാ വ്രജന്തി യത്. യാം ന വ്രജന്തി, യാം യാം ദേവപുരീം ന വ്രജന്തി പോകുന്നില്ല, ഗമിക്കുന്നില്ല. ആര് ഗമിക്കുന്നില്ല? ആർക്ക് ഗമിക്കാൻ കഴിയില്ല? അധർമ്മനിഷ്ഠാഃ ഖലാഃ ഭൂതദ്രുഹഃ ഷഡാഃ മാനിനഃ കാമിനഃ ലുബ്ധാഃ. ഈ പറഞ്ഞ ദോഷങ്ങൾ ഉള്ളവർക്കൊന്നും അവിടേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, അർഹതയില്ല ശരിക്കും. അപ്പൊ അധർമ്മിഷ്ഠാഹ അധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, നിരന്തരം ഈ ലോകത്തിന് ഹാനികരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, മറ്റുള്ളവരെ ഹിംസിക്കുന്ന, മറ്റുള്ളവർക്ക് വേദനകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ, അതിലൂടെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അങ്ങനെ ചെയ്യുന്ന അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ഖലാഹ ഖലന്മാരെന്നാൽ ദുഷ്ടന്മാർ, ഭയങ്കരന്മാർ, ദുഷിച്ച മനസ്സോടുകൂടിയവർ, ഭൂതദ്രുഹ പ്രാണികളെയെല്ലാം ദ്രോഹിക്കുന്നവർ, മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നവർ, ഷഡാഹ
വഞ്ചകന്മാർ, ശാഠ്യമുള്ളവർ, പിടിവാശിയും വഞ്ചനയും ഒക്കെ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കും മാനിനഹ, വലിയ അഭിമാനികളായി അഹങ്കാരികളായി വലിയ പ്രൈഡായിട്ട് നടക്കുന്നവർ, അപ്പോ ഞാൻ കേമനാണ്, എന്നെപ്പോലെ ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അഭിമാനിയായി നടക്കുന്നവർ, അതുപോലെ കാമിനഹ, അത്യന്തം കാമാസക്തിയുള്ളവർ, കാമപീഡിതരായിരിക്കുന്നവർ, അതുപോലെ ലുബ്ധാഹ, അത്യാഗ്രഹികൾ. ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ളവർക്കൊന്നും ഈ സ്വർഗത്തിൽ വാസ്തവത്തിൽ പ്രവേശനം ഇല്ല. എന്നാൽ ഇവിടെ മഹാബലി, അദ്ദേഹത്തിന് കുറെ യോഗ്യതകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ അസുരന്മാരും അതുപോലെ ആയിരിക്കില്ല. തന്റെ ബലം കൊണ്ട് ഈ സ്വർഗത്തെ കീഴ്പ്പെടുത്തി ഇതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ അവിടെ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കവിടേക്ക് ക്വാളിഫൈഡ് അല്ലയോ, പ്രവേശനമില്ലയോ, അവരൊക്കെ കയറിക്കൂടി വലിഞ്ഞു കയറി ഇരിക്കുകയാണ്. അത് വരാൻ പോകുന്നു, ആ ഭാഗം പറയാൻ പോകുന്നു. അപ്പോ അസുര സ്വഭാവമുള്ളവർക്ക് പ്രവേശനമില്ലാത്ത സ്ഥാനം എന്നർത്ഥം. ഈ പറഞ്ഞ അധർമ്മം, അതുപോലെ ഖലത്വം, ഭൂതദ്രുഹത്വം, ഷാഠ്യം, അഭിമാനം, കാമം, ലോഭം, ഇതൊക്കെ അസുര സ്വഭാവമാണ്. നമ്മുടെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം ഗീതയിൽ നോക്കിയാല് ദൈവീ സമ്പത്ത്, ആസുരീ സമ്പത്ത് എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആസുരീ സമ്പത്താണ് ഈ പറഞ്ഞതൊക്കെ. അധർമ്മ നിഷ്ഠയും ഖലത്വവും ഭൂതദ്രുഹത്വവും ഷാഠ്യവും മാനഭാവവും കാമികളും ലുബ്ധന്മാരുമായിട്ടുള്ളവർ. അപ്പൊ അർഹതയില്ലാത്തവർ, ദൈവീ സമ്പത്തില്ലാത്തവർ, ആസുരീ സമ്പത്തുള്ളവർ സ്വർഗത്തിലേക്ക് പ്രവേശനം ഇല്ല. ഒരു മിനിറ്റ്. അപ്പോ ആർക്ക് അവിടേക്ക് പ്രവേശനമില്ലയോ ആ അസുരന്മാര് അവിടേക്ക് പ്രവേശിക്കുകയാണ്. മഹാബലി എന്നുള്ള ഒരാളുടെ ബലത്തിന്റെ മേലെ, മഹാബലവാനാണ് മഹാബലി, ആ ബലവാന്റെ ശക്തി കൊണ്ട് ഇവര് അതിക്രമിച്ച് പ്രവേശിക്കുകയാണ്, പ്രവേശിക്കാൻ പോവുകയാണ്. അതാണ് അടുത്ത വരികളിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് ഏബിർ ഹീന വ്രജന്തിയത് എന്നും കൂടി അവസാനം പറഞ്ഞിട്ടുണ്ട്. ആർക്ക് ന വ്രജന്തി എന്ന് പറഞ്ഞതിന് ശേഷം ഏബിർ ഹീന യത് വ്രജന്തി. ഏബിഹി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ദോഷങ്ങളാൽ ഹീനന്മാർ, ഇല്ലാത്തവർ. അപ്പൊ മുകളിൽ പറഞ്ഞ അധർമ്മം, ഖലത്വം, ഭൂതദ്രുഹത്വം, ഷാഠ്യം, മാനം, കാമം, ലോഭം മുതലായ ദോഷങ്ങൾ ഇല്ലാത്തവർക്ക് യത് വ്രജന്തി, അവിടേക്ക് പ്രവേശിക്കാം. അപ്പൊ സ്വർഗത്തിലേക്ക് ഈ പറഞ്ഞ നല്ല ഈ ദോഷങ്ങളില്ലാത്തവർക്കുള്ള സ്ഥാനമാണ് സ്വർഗം. ഭൂമിയില് സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല പുണ്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടതായിട്ടുള്ള ത്യാഗബുദ്ധിയോട് കൂടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നവർക്കൊക്കെയാണ് സ്വർഗത്തിലേക്ക് പ്രാപ്തി കിട്ടുക. അവിടെ എത്തിയിട്ട് ഇത്തിരി അസൂയയും കുനിഷ്ടമൊക്കെ വരും, അത് വേറെ. അത് ആ പദവിയിൽ വന്നു കഴിയുമ്പോൾ അവരുടെ പുണ്യം ക്ഷയിച്ചുകൊണ്ട് പിന്നീട് അവർക്ക് ഉണ്ടാവുന്ന സ്വഭാവ ദൂഷ്യമാണ്. അല്ലെ, അനുഭവിക്കും തോറും പുണ്യം ക്ഷയിക്കൂലോ. പുണ്യം ക്ഷയിക്കും തോറും പഴയ പാപവാസനകളും പൊങ്ങി വരും. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഇത്തിരി അസൂയയും മത്സരമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്രയും ഉണ്ടാവില്ല, ഈ പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ദോഷങ്ങളില്ലാത്തവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, അല്ലാത്ത അസുരന്മാർക്ക് പ്രവേശനമില്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. താം ദേവധാനീം സവരൂധിനീപതി ബഹിസ്സമന്താതിരുരുധേ പ്രതന്യയ ആചാര്യദത്തം ജലജം മഹാസ്വനം ദദ്മൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം. താം ദേവധാനീം സവരൂധിനീപതി ബഹിസ്സമന്താതിരുരുധേ പ്രതന്യയ ആചാര്യദത്തം ജലജം മഹാസ്വനം ദദ്മൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം. താം ദേവധാനീം രുരുധേ എന്ന രണ്ടാമത്തെ വരിയിലുണ്ട്. രുരുധേ എന്ന് പറഞ്ഞാല് ഏകവചനം രുരോധ, ബഹുവചനമാണ് രുരുധേ. ഇവരെല്ലാവരും കൂടി രോധിച്ചു, എല്ലാവരും കൂടി വളഞ്ഞു. ശ്വാസം മുട്ടിക്കും പോലെ ചുറ്റും ചെന്ന് വളഞ്ഞു. ആർക്കും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലെന്ന പോലെ ആക്രമിക്കാനായി കൊണ്ട് ചെന്ന് വളഞ്ഞു എന്ന് താല്പര്യം. അപ്പോ
രുരുധേ ഏതിനെ താം ദേവദാനീം ആ ദേവന്മാർ വസിക്കുന്ന ഭൂമിയെ. ദാനി എന്ന് പറഞ്ഞാൽ ദേവന്മാരെ ധരിച്ചിരിക്കുന്നവൾ എന്നാണ് അർത്ഥം. ദേവന്മാരെ ധരിച്ചിരിക്കുന്നവൾ സ്വർഗം. അപ്പൊ സ്വർഗത്തെ ഇവര് രുരുധേ ആര് വളഞ്ഞു? സവരൂധിനീപതി. ആ എന്താ പറയാ, വരൂധിനീപതി സൈന്യനാഥനായിട്ടുള്ള മഹാബലി എങ്ങനെ? പൃതന്യയാ ബഹിഹി സമന്താതിരുരുധേ. പൃതന്യയ, പൃതന്യ എന്ന് പറഞ്ഞാല് സൈന്യം തന്നെ. പൃതന്യ എന്നൊക്കെ ഉള്ളത് സൈന്യത്തിന്റെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പൊ സൈന്യത്തെ കൊണ്ട് ബഹിഹി സമന്താത്, ബഹി ബാഹ്യഭാഗത്ത് സ്വർഗത്തിന്റെ പുറം ഭാഗത്ത്, സമന്താത് 4 ഭാഗത്തും ചുറ്റിക്കൊണ്ട് വളഞ്ഞു. രുരുധേ രോദിച്ചു എന്നാണ്. ബഹി സമന്താത് രുരുധേ പൃതന്യയ. എന്നിട്ടോ ആചാര്യദത്തം ജലജം മഹാസ്വനം ദദ്മൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം. അദ്ദേഹം ആചാര്യദത്തം മഹാസ്വനം ജലജം ദദ്മൗ, ജലജം ശംഖം, ദദ്മൗ മുഴക്കി ഘോഷിച്ചു. അപ്പൊ എങ്ങനെയുള്ള ശംഖമാണത്? ആചാര്യദത്തം ശുക്രാചാര്യരാൽ നൽകപ്പെട്ടതും മഹാസ്വനം ഭയങ്കരമായ ശബ്ദമുണ്ടാക്കുന്നതുമായിട്ടുള്ള ആ ശംഖത്തെ അദ്ദേഹം മുഴക്കി. അല്ലെ, ആചാര്യദത്തമായിട്ടുള്ള ശംഖം അറിവ് തന്നെയാണ്. എന്തായാലും എന്തൊക്കെ വിദ്യകളാണോ ആചാര്യൻ ഈ ശിഷ്യനെ അഭ്യസിപ്പിച്ചിട്ടുള്ളത്, അതിന്റെയൊക്കെ ശക്തിയുടെ പ്രതീകമായ ശംഖിനെ അദ്ദേഹം അവിടെ ഘോഷിച്ചു, മുഴക്കി. ദദ്മൗ എന്തു ചെയ്തുകൊണ്ട്? ഭയം ഇന്ദ്രയോഷിതാം പ്രയുഞ്ചൻ. ഇന്ദ്രയോഷിതാം ഭയം പ്രയുഞ്ചൻ. അവിടെയുള്ള ഇന്ദ്രാദി ദേവന്മാരുടെ യോഷിത്തുക്കൾക്ക്, സ്ത്രീകൾക്ക് ഭയം ജനിപ്പിച്ചുകൊണ്ട്, ഭയത്തെ യോജിപ്പിച്ചുകൊണ്ട്, ജനിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. പ്രയുഞ്ചൻ എല്ലാവരെയും, സ്ത്രീകളെ മൊത്തത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയതായിട്ടുള്ള ശംഖത്തെ മഹാബലി ആ സ്വർഗ കവാടത്തിൽ ചെന്ന് മുഴക്കി സ്വർഗത്തെ മുഴുവൻ തന്റെ സൈന്യം കൊണ്ട് വളഞ്ഞു. മഗവാൻ തമഭിപ്രേത്യ ബലേഹേ പരമമുദ്യമം സർവദേവഗണോപേദോ ഗുരും ഏതദുവാചഃ. മഗവാൻ തമഭിപ്രേത്യ ബലേഹേ പരമമുദ്യമം സർവദേവഗണോപേദോ ഗുരുമേതദുവാചഃ. മഗവാൻ, മഗവാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ പര്യായ ശബ്ദമാണ്. അപ്പൊ ആ ഇന്ദ്രൻ എന്ത് ചെയ്തു? തം അഭിപ്രേത്യ അതിനെ മനസ്സിലാക്കിയിട്ട്. എന്താണത്? ബലേഹേ പരമം ഉദ്യമം. അതെന്താണ് സംഭവം? ബലി വന്ന് ശംഖ് വിളിച്ചത് എന്താ? ഇന്ദ്രന് വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാനോ കെട്ടിപ്പിടിക്കാനോ ബന്ധുത്വം ആഘോഷിക്കാനോ വന്നതല്ല, ആക്രമിക്കാൻ വന്നതാണെന്ന് ആ ശംഖധ്വനിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് ബലിയുടെ പരമം ഉദ്യമം. നല്ലോണം നോക്കിയപ്പോ ചുറ്റും വളഞ്ഞിട്ടുണ്ട് സൈന്യം. വെള്ളക്കൊടിയൊന്നുമല്ല, യുദ്ധത്തിനായി ആയുധപാണികളായി ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ബലേഹേ പരമം ഉദ്യമം അഭിപ്രേത്യ, ആ ബലിയുടെ പരമമായ ഉദ്യമത്തെ, പ്രയത്നത്തെ മനസ്സിലാക്കിയിട്ട് ആ മഘവാൻ ഇന്ദ്രൻ സർവദേവഗണോപേത തന്റെ ദേവതാഗണങ്ങളോട് കൂടിയവനായി ചേർന്ന് ഗുരും ഏതത് ഉവാച. ആശ്ചര്യം എന്ന് വെച്ചാൽ ഇന്ദ്രന് പോലും ഭയമുണ്ടാക്കി എന്നർത്ഥമാണ് അവിടുത്തെ. ഇന്ദ്രൻ ചെന്ന് ഏതത് ഗുരും ഉവാച, ഇപ്രകാരം ആ ഗുരുവിനോട്, ബൃഹസ്പതി എന്ന തന്റെ ഗുരുവിനോട്, ദേവഗുരുവിനോട് ഇന്ദ്രനും മറ്റ് ദേവന്മാരും കൂടി ചെന്ന് പറഞ്ഞു. ഭഗവൻ ഉദ്യമോ ഭൂയാൻ ബലേർനഃ പൂർവവൈരിണഃ അവിഷഹ്യമിമം മന്യേ കേനാസീ തേജസോർജിതഃ നൈനം കശ്ചിത് കുതോ വാപി പ്രതിവോഢുമതീശ്വരഃ പിബന്നിവ മുഖേനേദം ലിഹന്നിവ ദിശോ ദശ ദഹന്നിവ ദിശോ ദൃഗ്ഭിഃ സംവർത്താഗ്നിരിവോത്തിതഃ ബ്രൂഹി കാരണമേതസ്യ ദുർദർശത്വസ്യ മദ്രിഭോഃ ഓജസ്സഹോബലം തേജോ യതയേതത് സമുദ്യമഃ. ഈ 3 ശ്ലോകങ്ങള് ഇന്ദ്രൻ ഗുരുവിനോട് പറഞ്ഞ വചനങ്ങളാണ്. ഓരോന്നായി നോക്കാം. ഭഗവൻ ഉദ്യമോ ഭൂയാൻ ബലേർനഃ പൂർവവൈരിണഃ അവിഷഹ്യമിമം മന്യേ കേനാസീ തേജസോർജിതഃ
നൈനം കശ്ചിത് കുതോ വാപി പ്രതിവോടും അതീശ്വര. ഹേ ഭഗവൻ, സർവജ്ഞനായ ത്രികാലജ്ഞനായ ഗുരോ, ബൃഹസ്പതിയെ സംബോധന ചെയ്താണ്. ഹേ ഭഗവൻ, നഹ പൂർവവൈരിണഃ ബലേഹേ ഭൂയാനുദ്യമഃ. ഉദ്യമോ ഭൂയാൻ, ഭൂയാൻ എന്ന് പറഞ്ഞാൽ വലുത്, മഹത്തായത് എന്നൊക്കെ അർത്ഥമാണ്. എന്ത് ഉദ്യമം? അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം. ആരുടെ? ബലേഹേ, ബലിയുടെ. അദ്ദേഹം ആരാണ്? നഹ പൂർവവൈരിണഃ ബലേഹേ നഹ, ബലേർനഹ. നഹ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൂർവവൈരിണഃ, പൂർവവൈരിയാണ്. അസുരന്മാര് ദേവന്മാരുടെ എപ്പോഴും വൈരിയാണ്. അപ്പൊ ഞങ്ങളുടെ പൂർവവൈരിയായ ബലിയുടെ ഈ ഉദ്യമം മഹത്തായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു. അവിഷഹ്യം ഇമം മന്യേ, ഇമം ഉദ്യമം അഹം അവിഷഹ്യം മന്യേ. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രയത്നമുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല. സഹിക്കുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുക, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അവിഷഹ്യം ന വിഷഹ്യം, വി കനോട്ട് ടോളറേറ്റ് ദിസ്, അല്ലെങ്കിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഇതിനെ തടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്ന് ഞാൻ കരുതുന്നു. മന്യേ, ആ വരവ് കണ്ടിട്ട്, ആ ഗാംഭീര്യമൊക്കെ കണ്ട്, തേജസ്സൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നു. അവിഷഹ്യമിമം മന്യേ കേനാസീ തേജസാ ഊർജിതഃ. ഇവൻ എങ്ങനെയാണ് ഇത്രയും തേജസ് കൊണ്ട് ഊർജിതനായിട്ട് ഭവിച്ചിരിക്കുന്നത്? കേന തേജസാ ഊർജിതഃ ആസീത്. നമ്മളവനെ ജയിച്ചതാണല്ലോ, കൊന്നുകഴിഞ്ഞതാണല്ലോ ഈ മഹാബലിയെയും അസുരന്മാരെയും ഒക്കെ. അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് ഇവൻ ഇത്രയും തേജസ് കൊണ്ട് ഊർജിതനായി ശക്തനായി തീർന്നിരിക്കുന്നത്? എനിക്ക് അതിന്റെ രഹസ്യം പിടികിട്ടിയില്ല. നൈനം കശ്ചിത് കുതോവാബി പ്രതിവോടും അതീശ്വര. ഇവനെ പ്രതിവോടും, പ്രതിവോടും എന്ന് പറഞ്ഞാൽ പ്രതിവഹിക്കുവാൻ, എതിർക്കുവാൻ എന്നർത്ഥം. അവനെ തടുക്കുവാനായിക്കൊണ്ട് ഏനം പ്രതിവോടും കുതഹ അപി, എന്ത് സംഗതി കൊണ്ടും ഏത് കാരണം കൊണ്ടും കശ്ചിതപി ഒരുവനും ന അതീശ്വര ശക്തനായി ഭവിക്കുകയില്ല. അവന്റെ ഇപ്പോഴത്തെ ആ പ്രതാപം, തേജസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരു സംഗതി കൊണ്ടും ആരാലും തടയാൻ സാധ്യമല്ല. അത്രയ്ക്കും ശക്തനായി തേജസ്വിയായിട്ടാണ് ഈ മഹാബലി ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പൊ എന്താണ് അതിന് കാരണം? കേന ആസി തേജസ ഊർജിത പിബന്നിവ മുഖേനേദം ലിഹന്നിവ ദിശോ ദശ ദഹന്നിവ ദിശോ ദൃഗ്ഭി സംവർത്താഗ്നിരിവോത്തിത. എന്തുകൊണ്ടാണ് അവന്റെ തേജസ് ഇത്രയും വർദ്ധിച്ചിരിക്കണമെന്ന് കാരണവും പറയണം. എന്താ? അവന്റെ ആ സൈന്യത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവനെ കാണുമ്പോഴും പിബന്നിവ മുഖേന ഇതം, മുഖേന അവന്റെ ആ വരവ് കാണുമ്പോൾ അവരുടെ മുഖം കൊണ്ട് അഥവാ വായ കൊണ്ട് ഇതം പിബൻ, ഈ ലോകത്തെ മുഴുവൻ, ഇതം എന്ന് പറയുമ്പോൾ സർവ്വലോകത്തെയും ഭക്ഷിക്കുമോ, പാനം ചെയ്യുമോ, അകത്താക്കുമോ എന്ന് തോന്നുന്നുണ്ട്. അത്രയും വായം പൊളിച്ചുകൊണ്ടാണ്, ഭയങ്കരമായിട്ടുള്ള ഭാവത്തോടു കൂടിയാണ് പാഞ്ഞെടുക്കുന്നത്. ഇതം പിബന്നിവ ദശദിശഃ ലിഹന്നിവ, 10 ദിക്കുകളെയും നാവുകൊണ്ട് നക്കി അകത്താക്കുമോ, നക്കി തിന്നുമോ എന്ന് തോന്നുന്നുണ്ട്. ലിഹന്നിവ, ആസ്വദിക്കുന്നവൻ, നക്കുന്നവൻ. അപ്പൊ ദിക്കുകളെയൊക്കെ ആസ്വദിച്ച് നക്കി തിന്നുന്നവനെ പോലെയുണ്ട്. എന്തിനാണ് ഉപമിക്കുന്നത്? അഗ്നിയോട് ഉപമിക്കുകയാണേ. അപ്പൊ അഗ്നി വരുന്നത് പോലെയാണ്. അതാണ് ദശദിശഃ ദൃഗ്ഭിഹി ദഹന്നിവ, ദിശഃ ദൃഗ്ഭിഹി ദഹന്നിവ. അദ്ദേഹത്തിന്റെ കണ്ണുകളെ കൊണ്ട് ദിക്കുകളെ ദഹിപ്പിക്കുന്നത് പോലെയും സംവർത്താഗ്നിഹി ഇവ ഉത്തിത. സംവർത്താഗ്നിഹി എന്ന പ്രളയകാല അഗ്നിയാണ്, ലോകങ്ങളെ മുഴുവൻ വിഴുങ്ങുന്ന അഗ്നിയാണ് സംവർത്താഗ്നി. ആദിശേഷന്റെ 1000 മുഖങ്ങളിൽ നിന്ന് മുകളിലേക്ക് ജ്വലിച്ച് ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്നതായിട്ടുള്ള ആ അഗ്നിക്ക് പേരാണ് സംവർത്താഗ്നി. അപ്പൊ സംവർത്താഗ്നി വരുന്നത് പോലെയാണ് ഇവരുടെ സൈന്യത്തിന്റെ വരവ്. നാലുപാട് നിന്നും നമ്മുടെ സ്വർഗത്തെ ആക്രമിച്ചുകൊണ്ട് ദഹിപ്പിക്കാൻ എന്നതുപോലെയുള്ളതായിട്ടുള്ള പ്രളയകാല അഗ്നിയെ പോലെ വരുന്നു. അപ്പൊ അഗ്നിയോട് ഉപമിച്ചുകൊണ്ടാണ് മുഖേന ഇതം പിബന്നിവ, അതുപോലെ ദശദിശഃ ലിഹന്നിവ, അഗ്നിയുടെ നാമ്പുകള് ദിക്കുകളെ നക്കി 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 അകത്താക്കില്ലേ, അതുപോലെ ഇവന്റെ വരവ് കാണുമ്പോൾ പ്രളയാഗ്നി വരുമ്പോൾ ഇരിക്കുന്നു.
അവന്റെ ആ ഒരു ശക്തി നമുക്ക് തടുക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. ഇപ്പൊ നമ്മള് അവനെ എതിർക്കാൻ ചെന്നാൽ, അല്ലെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാണ്ടി ലോറിയെ തടയാൻ ചെന്ന തവളയെ പോലെയാവും. ബ്രൂഹി കാരണമേതസ്യ ദുർദർശത്വസ്യ മദ്രിഭോഹോ ഓജസ്സഹോ ബലം തേജോ യത ഏതത് സമുദ്യമഃ. ബ്രൂഹി കാരണമേതസ്യ ദുർദർശത്വസ്യ മദ്രിഭോഹോ ഓജസ്സഹോ ബലം തേജോ യത ഏതത് സമുദ്യമഃ. അപ്പൊ ഏതസ്യ കാരണം ബ്രൂഹി, ഇതിന്റെ കാരണമെന്ന് പറഞ്ഞു തരൂ. ഏതിന്റെ? മദ്രിഭോഹോ ദുർദർശത്വസ്യ, എന്റെ റിപുവിന്റെ, എന്റെ ശത്രുവിന്റെ ദുർദർശത്വം എന്ന് പറഞ്ഞാലോ അടുക്കാൻ കഴിയായിക, എതിരിടാൻ കഴിയായിക. ദർശത്വം, അത് ദുഃഖേന ദർശത്വം, സമീപിക്കാൻ കഴിയില്ല. കാട്ടുതീ വരുന്ന പോലെ, അല്ലെങ്കിൽ പ്രളയാഗ്നി വരുമ്പോ ആ പ്രളയാഗ്നിയെ ആർക്കെങ്കിലും അടുക്കാൻ പറ്റുമോ? അഗ്നിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പൊ അതുപോലെ ദുർദർശത്വം, എന്റെ ശക്തി, എന്റെ ശത്രുവിന്റെ ആ പ്രഭാവം, അവന്റെ തേജസ്, അതൊക്കെ ഓജഹ സഹഹ ബലം തേജഹ, അതൊക്കെ കാണുന്നുണ്ട്. ഓജസ് എന്ന് പറഞ്ഞാൽ അവന്റെ തേജസ് തന്നെയാണ്. സഹഹ എന്ന് പറഞ്ഞാൽ സഹസ്, ബലം എന്ന് പറഞ്ഞാൽ ശരീരശക്തി, തേജഹ എന്ന് പറഞ്ഞാൽ തേജസ്. അപ്പോ ഇന്ദ്രിയ ശക്തി, മനോബലം, ശരീരശക്തി, ബുദ്ധിശക്തി, എല്ലാ ശക്തിയും വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവന്റെ ഈ ദുർദർശത്വം ഏതത് സമുദ്യമഃ, ഈ സമുദ്യമം യാതൊന്നിൽ നിന്നാണ് അവൻ ഉണ്ടായിരിക്കുന്നത്. ആ ശക്തി വർദ്ധിച്ചത് കൊണ്ടാണ് അവന് ഈ ഉദ്യമത്തിന് ഉള്ള തന്റെ ഇടം ഉണ്ടായത്, കോൺഫിഡൻസ് ഉണ്ടായത്. മുമ്പ് തോറ്റുപോയവനല്ലേ, തോറ്റുപോയവൻ വീണ്ടും ആക്രമിക്കാൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. കാരണമില്ലാതെ വരില്ല അവൻ. അപ്പോ മഹാബലിയുടെ ഈ ദുർദർശത്വത്തിന്റെ കാരണം അവന്റെ ഓജസ്, തേജസ്, സഹസ്, ബലം ഇതെല്ലാം വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ്? പറഞ്ഞു തരൂ എന്ന് ഗുരുവിനോട്, ബൃഹസ്പതിയോട് ഇന്ദ്രൻ ചോദിച്ചു. അതിന് ഗുരു മറുപടി കൊടുക്കുന്നു. ഗുരുരുവാച ജാനാമി മഘവൻ ശത്രോഃ ഉന്നതേരസ്യ കാരണം ശിഷ്യായോപഭൃതം തേജോ ഭൃഗുഭിർബ്രഹ്മവാദിഭിഃ ഭവദ്വിധോ ഭവാൻ വാപി വർജയിത്വാ ഈശ്വരം ഹരിം നാസ്യ ശക്തഃ പുരസ്താദും കൃതാന്തസ്യ യഥാ ജനാഃ തസ്മാന്നിലയമുത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടപം യാതകാലം പ്രതീക്ഷന്തോ യത ശത്രോർവിപര്യയഃ ഏഷ വിപ്രബലോ തർക്കഃ സംപ്രതി ഊർജിത വിക്രമഃ തേഷാമേവാപമാനേന സാനുബന്ധോ വിനങ്ക്ഷതി. ഈ 4 ശ്ലോകങ്ങള് ഗുരുവചനങ്ങളാണ്. ഗുരുരുവാച ജാനാമി മഘവൻ ശത്രോഃ ഉന്നതേരസ്യ കാരണം ശിഷ്യായ ഉപഭൃതം തേജഃ ഭൃഗുഭിർബ്രഹ്മവാദിഭിഃ. ആ ഗുരു ബൃഹസ്പതി ഇന്ദ്രനോട് പറയുന്നു, ഹേ മഘവൻ, അല്ലയോ മഘവാനേ, മഘവാൻ എന്നുള്ള സംബോധന മഘവൻ, അല്ലയോ ഇന്ദ്ര, അസ്യ ശത്രോഃ ഉന്നതേഃ കാരണം ജാനാമി. ജാനാമി, അഹം ജാനാമി, എനിക്കറിയുന്നുണ്ട്. എന്താണ് അസ്യ ശത്രോഃ ഉന്നതേഃ കാരണം? നിന്റെ ഈ ശത്രുവായ മഹാബലിയുടെ ഇപ്പോഴുള്ള ഔന്നത്യത്തിന്റെ, ഉന്നതിയുടെ കാരണം ഞാൻ അറിയുന്നു. എന്താണത്? ബ്രഹ്മവാദിഭിഃ ഭൃഗുഭിഃ ശിഷ്യായ തേജഃ ഉപഭൃതം. ബ്രഹ്മവാദിഭിഃ ഭൃഗുഭിഃ. ബ്രഹ്മം എന്നാൽ വേദം. വേദത്തെ വധിക്കുന്നവർ, വേദജ്ഞന്മാർ, വേദം പറയുന്നവർ, തേജസ്വികളാണ് അവര്. അങ്ങനെയുള്ള ബ്രഹ്മവാദികളായ ഭൃഗുഭിഃ, ആ ഭാർഗവ വംശത്തിൽ പിറന്നവനായ ശുക്രാചാര്യരും മറ്റു ബ്രാഹ്മണരാലും ശിഷ്യായ, അവരുടെ അനുസരണയുള്ള ശിഷ്യനായ മഹാബലിക്കായിക്കൊണ്ട് തേജഃ ഉപഭൃതം, തേജസ്സിനെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ, ബ്രാഹ്മണരുടെ തേജസ് ഇവന് പകർന്നു കൊടുത്തിരിക്കുകയാണ്. അവന്റെ മാത്രം തേജസ് അല്ല ഇത്. അപ്പൊ എന്തുകൊണ്ട്? അവൻ ശിഷ്യനായതുകൊണ്ട്. അല്ലേ? ശിഷ്യൻ എന്ന് പറഞ്ഞാല്
ഗുരുവിനോട് വളരെ വിനീത ഭാവത്തിൽ ശ്രദ്ധയോടുകൂടെ നല്ല അനുസരണയുള്ളവനായി വർത്തിക്കുന്നവൻ, ശിക്ഷണത്തിന് വിധേയനാകുന്നവൻ, വിദ്യാഭ്യാസത്തിന് സമർപ്പിതനായിരിക്കുന്നവൻ, അതാണ് ശിഷ്യത്വം. അപ്പൊ ശിഷ്യത്വ ഗുണങ്ങളെ കൊണ്ട് അവൻ ഗുരുവിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഗുരുവിന്റെ വാത്സല്യത്തിന് പാത്രീഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഗുരുക്കന്മാര് അവരുടെ തേജസ്, ബ്രഹ്മ തേജസ് ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്തിരിക്കുന്നു. അതാണ് ജാനാമി മഘവൻ സത്രോഹോ ഉന്നതേരസ്യ കാരണം ശിഷ്യായ ഉപഭൃതം തേജോ ഭൃഗുഭിർബ്രഹ്മവാദിഭിഃ ഭവദ്വിദോ ഭവാൻ വാപി വർജയിത്വാ ഈശ്വരം ഹരിം നാസ്യ ശക്തഃ പുരസ്താതും കൃതാന്തസ്യ യഥാ ജനാഃ. ഭവദ്വിദഃ ഇവൻ ഭവാൻ വാപി ഈശ്വരം ഹരിം വർജയിത്വാ കഃ അപി അസ്യ പുരഃ സ്ഥാതും ശക്തഃ ന ശക്തഃ. അപ്പോ ഭവദ്വിദഃ നിന്നെ പോലെയുള്ളവൻ, ഉള്ളവർ നർത്ഥത്തില്, നിന്നെ പോലെയുള്ള മറ്റൊരുവനോ, ഭവാൻ ഭാവി നിനക്കോ, നീയും നീ അടക്കമുള്ള മറ്റുള്ളവർ നിന്നെ പോലെയുള്ളവർക്ക് ആര് വർജിച്ചുകൊണ്ട് ഈശ്വരം ഹരിം വർജയിത്വ, ഈശ്വരനായ മഹാവിഷ്ണുവിനെ ഒഴിച്ച്, എക്സ്ക്ലൂഡിംഗ് ഭഗവാൻ മഹാവിഷ്ണു, അദ്ദേഹം ഒഴിച്ച് കഹ അപി അസ്യ പുരഃ സ്ഥാതും ന ശക്തഃ. കഹ അപി കോപി ആരും തന്നെ അസ്യ പുരഃ അവന്റെ മുമ്പിൽ സ്ഥാതും ന ശക്തഃ നിൽക്കാൻ ശക്തരല്ല. അപ്പൊ ഭഗവാൻ മഹാവിഷ്ണു ഒഴികെ നീയോ നിന്നെ പോലെയുള്ളവർക്കോ ഒന്നും തന്നെ അവന്റെ മുമ്പിൽ നിൽക്കാൻ ശക്തി പോരാ ഇപ്പോഴത്തെ അവസ്ഥയില്. ഏതുപോലെ കൃതാന്തസ്യ ജനാഹ യഥാ എപ്രകാരമാണോ കൃതാന്തസ്യ പുരഃ ജനാഹ സ്ഥാതും ശക്യഃ. കൃതാന്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അന്തമുണ്ടാക്കുന്നവൻ. ആരാണ്? കാലൻ. കാലൻ വരുമ്പോ കാലന്റെ മുമ്പില് ജനിമരണങ്ങളുള്ള ജന്തുക്കൾക്ക് നിൽപ്പുണ്ടോ? നിൽക്കാൻ പറ്റുമോ? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കാലനെ എതിർത്ത് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? കാലൻ പുറപ്പെടുന്നത് സമയമാകുമ്പോഴാണ്. അകാലത്തിൽ കാലൻ പൊതുവെ വരാറില്ല, നമ്മൾ വിളിച്ചു വരുത്തും പലപ്പോഴും. അല്ലെങ്കിൽ അത് തന്നെയാണ് കാലൻ വരാനുള്ള സമയം. അകാലം എന്നൊന്നുമില്ല നമ്മുടെ ചിന്തയിൽ. അകാലം നമ്മളുടെ കാൽക്കുലേഷൻ തെറ്റിച്ചതുകൊണ്ട് അകാലം. 80 90 വയസ്സായിട്ട് മരിക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ആയിട്ടുണ്ട്, പോകാറായിട്ടുണ്ട് എന്ന് കണക്കാക്കിയിരിക്കുമ്പോൾ പോകുമ്പോൾ നമ്മൾ പറയണു കാലമൃത്യു എന്ന്. ജനിച്ച ഉടനെയോ ചെറുപ്രായത്തിലോ യുവാവായിരിക്കുമ്പോഴോ ഒക്കെ പോകുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിരുന്നില്ല. നമ്മുടെ കണക്ക് കൂട്ടലില് നോർമൽ ഡെത്ത് എന്ന് പറയുമ്പോൾ വയസ്സായിട്ടാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതുകൊണ്ട് നമ്മൾ കൊടുത്ത ടൈറ്റിലാണെന്ത്? അകാല മൃത്യു, കാലമല്ലാത്ത മരണം. അതെ, അതൊരു കണക്കിന് ശതായുർവൈ പുരുഷ, 100 വയസ്സാണ് ഒരു മനുഷ്യന്. അതിൽ നിന്ന് കുറെ കുറയുമ്പോൾ നമ്മൾ അകാലം എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും കാലൻ വരുമ്പോ ആർക്കെങ്കിലും നേരിട്ട് നിന്ന് തടയാൻ പറ്റുമോ? കാലനെ എതിരിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു ജനത്തിനും പറ്റില്ല, ഒരു ജന്തുവിനും പറ്റില്ല. അതുപോലെയാണ് ഇതപ്പൊ ഇവന്റെ വരവ് എന്നാ പറയണത്. ഇവന്റെ മുമ്പിൽ ഇനിയിപ്പോ സാക്ഷാൽ കാലാതീതനായ വിഷ്ണുവിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെ? കാലൻ വരുമ്പോ കാലകാലന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. മാർക്കണ്ഡേയനെ കാലൻ പിടിക്കാൻ വന്നപ്പോ കാലകാലനായ മഹാദേവൻ തടഞ്ഞു. അതുപോലെ ഭവദ്വിദോ ഭവാൻ വാപി വർജയിത്വാ ഈശ്വരം ഹരിം നാസ്യ ശക്തഃ പുരസ്താതും കൃതാന്തസ്യ യഥാ ജനാഃ തസ്മാൻ നിലയമുത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടഭം യാത കാലം പ്രതീക്ഷന്തോ യത ശത്രോർവിപര്യയഃ. തസ്മാത് ദർഫോർ, അതുകൊണ്ട് ഇപ്പോ കാലം നിനക്കനുകൂലമല്ല, അവനനുകൂലമാണ്. അതുകൊണ്ട് തസ്മാത് യൂയം സർവേ, നിങ്ങളെല്ലാവരും, ദേവന്മാരെല്ലാവരും, നിലയം, എന്താണ് നിലയം? ത്രിവിഷ്ടഭം. ത്രിവിഷ്ടഭം നിലയം, സ്വർഗം എന്ന നിങ്ങളുടെ വാസസ്ഥാനത്തെ ഉത്സൃജ്യ, വെടിഞ്ഞിട്ട്, ഉപേക്ഷിച്ചിട്ട്, സ്വർഗത്തെ വെടിഞ്ഞുകൊണ്ട് യാതാ
യൂയം സർവേ യാത, ഓടിക്കോളൂ ഇവിടുന്ന്, രക്ഷപ്പെട്ടോളൂ. യാത എന്ന് പറഞ്ഞാൽ യാനം ചെയ്യുവിൻ, പൊക്കോളൂ, ഓടിക്കോ ഓടിക്കോ, രക്ഷപ്പെട്ടോ എന്ന് പറയണം. എന്ത് ചെയ്തുകൊണ്ട്? കാലം പ്രതീക്ഷന്ത, കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. ഇപ്പൊ കാലമല്ല, അപ്പൊ നല്ല കാലം വരുന്നത് വരെ, നിങ്ങളുടെ സമയമാകുന്നത് വരെ കാത്തിരിക്കുക, ക്ഷമ കാണിക്കുക. യതഃ ശത്രോർ വിപര്യ, ഏത് കാലം? എറ്റേണലായിട്ട് കാത്തിരിക്കാനല്ല പറയണത്. എന്തായാലും ശത്രുവിന് വിപര്യ ഭാവം ഉണ്ടാവും. വിപര്യ എന്ന് പറഞ്ഞാൽ വിപരീതം, മറിച്ച് ഉണ്ടാവുന്ന ഭാവം. അപ്പോൾ ശത്രുവിന്റെ തേജസ് നഷ്ടപ്പെട്ട് പരാജയമുണ്ടാകുന്ന ഒരു കാലമുണ്ടാകും. ആ കാലം വരെ, കാരണം കാലം എന്നുള്ളത് എപ്പോഴും ഒരാൾക്ക് തന്നെ അനുകൂലമായിട്ടിരിക്കുന്ന പ്രശ്നമില്ല. കാലം മാറി മാറിക്കൊണ്ടേയിരിക്കും. കാലം സൈക്ലിക്കാണ്, ആവർത്തന സ്വഭാവത്തോടു കൂടിയതാണ്. അല്ലാതെ നേരെ പോകുന്ന ഒരു സാധനമല്ല കാലം. അത് തിരിച്ചു തന്നെ വരും. അപ്പൊ പ്രതീക്ഷിക്കാം. ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. അല്ലേ, നമുക്ക് ഇപ്പോ പരാജയമാണെങ്കിൽ നാളെ വിജയമുണ്ടാകാം. ഇപ്പൊ വിജയമാണെങ്കിൽ അപ്പോഴും അധികം ആഹ്ലാദിക്കേണ്ട. പരാജയം എപ്പോ വേണമെങ്കിൽ വരാം. ഇപ്പൊ നമുക്ക് ലാഭമാണെങ്കിൽ നാളെ നഷ്ടമുണ്ടാവാം. ഇപ്പൊ നഷ്ടമാണെങ്കിലും മനസ്സ് വിടണ്ട, നാളെ ലാഭമുണ്ടാകും. ഇപ്പോ ശീതമാണെങ്കിൽ നാളെ ഉഷ്ണം വരും. ഇപ്പൊ ഉഷ്ണമാണെങ്കിൽ നാളെ മഴ വരും. മാറിക്കൊണ്ടിരിക്കും, ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഒന്നും ഇവിടെ സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിലും മനസ്സ് വിടേണ്ട ആവശ്യമേ ഇല്ല. കുറച്ചൊരു ക്ഷമ കാണിക്കുക, അനുകൂലമായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, ഈശ്വരനെ ഭജിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ എന്നും നമുക്ക് പെർമനന്റായിട്ട് സുഖമുള്ള അവസ്ഥ ഉണ്ടാവാൻ പോകുന്നില്ല. അതിപ്പോ നിങ്ങൾ എത്ര ഷോർട്ട് കട്ടിലൂടെ നേടിയാലും ആ സുഖവും അല്പകാലമേ നിൽക്കുകയുള്ളൂ. അത് വേഗം നശിച്ചു പോകും. പിന്നെ നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ നേടാൻ വേണ്ടി ആരെയൊക്കെ ഹിംസിച്ചോ ഉപദ്രവിച്ചുവോ എന്തൊക്കെ അധർമ്മം പ്രവർത്തിച്ചുവോ അതിന്റെയൊക്കെ ബലം കുറച്ച് ഗുരുതരമായിട്ട് തന്നെ വീണ്ടും വരും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഷോർട്ട് കട്ടുകൾ ഒന്നും നോക്കാതിരിക്കുക. ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുക. ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അപ്പപ്പ ചെയ്യുക. ഈശ്വരനിലെല്ലാം സമർപ്പിക്കുക. ഈ ലോകത്തിന്റെ സ്വഭാവമാണ് അനിത്യത്വം, അസ്ഥിരത്വം. അതിനെ ആശ്രയിക്കാതിരിക്കുക, അതിൽ പരിഭവിക്കാതിരിക്കുക, അതിൽ ഡിപ്രസ്ഡ് ആവാതിരിക്കുക. എല്ലാം മാറി മറിയും. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഏത് ട്രാജഡിയും നമുക്ക് കടന്നു പോകും. ഏത് ദുരിതങ്ങളിൽ നിന്നും നമുക്ക് കരകയറാം. അതുകൊണ്ട് ഒരു എന്താ പറയുക, ക്ഷമയുള്ളവരായി, നല്ല പ്രതീക്ഷയുള്ളവരായി, അല്ലെങ്കിൽ ഈശ്വരനിൽ സമർപ്പിത ബുദ്ധികളായി കാത്തിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. തസ്മാൻ നിലയമുത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടപം യാത കാലം പ്രതീക്ഷന്തോ യതഃ ശത്രോർ വിപര്യയഃ ഏഷ വിപ്രബലോദർക്കഃ സമ്പ്രതി ഊർജിത വിക്രമഃ തേഷാം ഏവ അപമാനേന സാനുബന്ധോ വിനങ്ക്ഷ്യതി. ഏഷഃ ഇവൻ, ആരാ ഇവൻ? മഹാബലി. വിപ്രബലോദർക്കഃ, വിപ്രന്മാരുടെ ബലം കൊണ്ട് ഉദർക്കനാണ്, ബലം അധികരിച്ചവനാണ്, ഉത്തരോത്തരം അഭിവൃദ്ധിയെ പ്രാപിച്ചവനാണ്, ഉദിച്ച സൂര്യനെ പോലെ നിൽക്കുകയാണ്. ഉദർക്കൻ എന്ന് പറഞ്ഞാല് ഉദിച്ചിരിക്കുന്ന അർക്കൻ, ഉയർന്നു പൊങ്ങിയ സൂര്യൻ. അല്ലെ, സൂര്യന്റെ ഉദയത്തില് സൂര്യൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അസ്തമയ സൂര്യനായിട്ട് മാറും. സൂര്യനും എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നില്ല. സന്ധ്യയാവുമ്പോ അസ്തമയ സൂര്യനായി കാണാതെയാവും. അതുപോലെ ഇവനിപ്പോ ഉദർക്കനാണ്. എന്തുകൊണ്ട്? വിപ്രബലത്താൽ. ഇവന്റെ ഉദയകാലമാണ്, ജ്വലിച്ചു നിൽക്കുന്ന കാലമാണ്. തൽക്കാലം
അവനെ തടയാൻ നിൽക്കണ്ട, അവൻ തന്നെ സ്വയം അസ്തമിച്ചുകൊള്ളും. അല്ലേ? വിപ്രബലോദർക്കഃ യേശഃ സമ്പ്രതി ഊർജിത വിക്രമഃ. സമ്പ്രതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, നൗ. ഊർജിത വിക്രമഃ വർദ്ധിച്ച ഉത്കൃഷ്ടമായ പരാക്രമത്തോടുകൂടിയവനാണ്, വളരെ ശക്തിയാർജിച്ചു വന്നിരിക്കുകയാണ്. അവനെ തളർത്താനുള്ള വഴികളാണ് നോക്കേണ്ടത്. അവൻ തളർന്നു പോകുമ്പോൾ ആക്രമിക്കാം. അതിന് നമ്മൾ പേഷ്യൻസ് കാണിക്കണം. അപ്പൊ ഊർജിത വിക്രമഃ തേഷാമേവ അപമാനേന സാനുബന്ധഃ വിനങ്ക്ഷ്യതി. തേഷാമേവ അവരുടെ തന്നെ അപമാനേന, അപമാനം കൊണ്ട്. ഇവിടെ ആരുടെ അപമാനം കൊണ്ട്? ആ ബ്രാഹ്മണരെ തന്നെ ഇവൻ അപമാനിക്കും, ഗുരുക്കന്മാരെ തന്നെ അപമാനിക്കും. അപ്പൊ ഗുരുക്കന്മാരെ ഇവൻ അനുസരിക്കാതാകുമ്പോൾ അത് വലിയ നിന്ദയാണ്. ഈ ശുക്രാചാര്യരെ തന്നെ ഇവൻ നിന്ദിക്കുന്ന പ്രവൃത്തി ഉണ്ടാവും, അപമാനിക്കുന്ന പ്രവൃത്തി ഉണ്ടാവും. അപ്പോഴോ സാനുബന്ധ വിനങ്ഷ്യതി, അവന്റെ അനുബന്ധത്തോടുകൂടെ എന്ന് വെച്ചാലോ അവന്റെ ഐശ്വര്യത്തോടുകൂടെ, അവന്റെ ആധിപത്യത്തോടുകൂടെ, അവന്റെ ബന്ധുജനങ്ങളോടുകൂടെ, അസുര നേതാക്കന്മാരോടുകൂടെ വിനങ്ഷ്യതി, ഡെഫിനറ്റായിട്ട് നശിക്കും. അപ്പോൾ ഇതേ ബ്രാഹ്മണരുടെ പ്രതികൂല ഭാവമുണ്ടാകും, അവരുടെ ബലം അവർ തിരിച്ചെടുക്കും. അല്ലെ? നമ്മുടെ എന്താ പറയുക, മുന്നണികളെ പോലെ രാഷ്ട്രീയത്തില് ഇലക്ഷന് മുമ്പ് എല്ലാവരും കൂടി മുന്നണി കൂടി എതിരാളികളെ തോൽപ്പിക്കും. അത് കഴിഞ്ഞ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി തുടങ്ങുമ്പോൾ ഞങ്ങൾക്കത് കിട്ടിയില്ല, ഞങ്ങൾക്കിത് കിട്ടിയില്ല, ആ വകുപ്പ് ഈ വകുപ്പ് എന്ന് കടിയും പിടിയാവുമ്പോൾ അവർ പിൻവലിക്കും, പിന്നിൽ നിന്നുള്ള സപ്പോർട്ട് പിൻവലിക്കും. അതോടുകൂടിയിട്ട് ബുദ്ധിയും അല്ലേ ന്യൂനപക്ഷമായി മാറും. അതുപോലെ ഇവിടെ അവരുടെ തന്നെ അപമാനം ചെയ്യുമ്പോൾ അവരുടെ ശക്തി, അവരുടെ ശാപം, അവരെ ശക്തിയെ പിൻവലിക്കുന്നതോടുകൂടി, അനുഗ്രഹം പിൻവലിക്കുന്നതോടുകൂടി സ്വയം നശിച്ചുകൊള്ളും. വിനങ്ഷ്യതി, അനുബന്ധത്തോടെ. അവൻ ഒറ്റയ്ക്കല്ല നശിക്കാൻ പോകുന്നത്, കൂട്ടത്തോടെ നശിക്കും എന്ന് ഒരു ധൈര്യം കൊടുക്കുകയാണ് ആര്? ഇവിടെ ബൃഹസ്പതി ഇന്ദ്രന്. അതിനുശേഷം എന്ത് ചെയ്യുന്നു നോക്കാം. ഏവം സുമന്ത്രിതാർത്ഥാസ്തേ ഗുരുണാർത്ഥാനുദർശിന ഹിത്വാ ത്രിവിഷ്ടഭം ജഗ്മുഹു ഗീർവാണാ കാമരൂപിണഃ. ഏവം സുമന്ത്രിതാർത്ഥാസ്തേ ഗുരുണാർത്ഥാനുദർശിന ഹിത്വാ ത്രിവിഷ്ടഭം ജഗ്മുഹു ഗീർവാണാ കാമരൂപിണഃ. ഏവം ഇപ്രകാരം ഗുരുണ അർത്ഥാനുദർശിന സുമന്ത്രിതാർത്ഥാഹ തേ. തേ എന്ന് പറഞ്ഞാൽ അവർ, ദേവന്മാർ. ഗുരുണ, ഏത് ഗുരുവിനാൽ? അർത്ഥാനുദർശിന ഗുരുണ, അർത്ഥത്തെ നല്ലതുപോലെ ദർശിക്കുന്നവൻ, അനുദർശിയായിരിക്കുന്നവൻ എന്ന് വെച്ചാലോ വരും വരായികകളെ, പ്രയോജനങ്ങളെ, കാര്യകാരണങ്ങളെ ഒക്കെ നല്ലതുപോലെ വീക്ഷിക്കുന്നവൻ, കാണുന്നവൻ. അങ്ങനെയുള്ള സമർത്ഥനായിട്ടുള്ള ഗുരുവിനാൽ, ആ ബൃഹസ്പതിയാൽ, ഏവം സുമന്ത്രിതാർത്ഥാഹ തേ ഗീർവാണാഹ ജഗ്മുർ ഗീർവാണാഹ എന്നുണ്ട് രണ്ടാമത്തെ വരിയില്. ഗീർവാണാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാര്. അപ്പൊ തേ ഗീർവാണാഹ ദേവന്മാര്, സുമന്ത്രിതാർത്ഥാഹ നല്ലതുപോലെ സുഷ്ടുവായി മന്ത്രണം ചെയ്യപ്പെട്ട അർത്ഥത്തോടു കൂടിയവർ. വേണ്ട ഉപദേശമാണ് കൊടുത്തത്, ശരിയായ ഉപദേശമാണ് കൊടുത്തത്. ഇവരുടെ നാശത്തിനുള്ള ഉപദേശമല്ല, ഇവർക്ക് തൽക്കാലം രക്ഷപ്പെടാനുള്ള ഉപദേശമാണ് ഗുരു കൊടുത്തത്. അങ്ങനെയുള്ള നല്ലവണ്ണം ആലോചിച്ച് ബോധ്യപ്പെട്ട കാര്യം ഉപദേശിക്കപ്പെട്ട ദേവന്മാര് ഗീർവാണാഹ ഹിത്വാ ത്രിവിഷ്ടപം. ത്രിവിഷ്ടപം ഹിത്വാ, ആ സ്വർഗലോകത്തെ ഉപേക്ഷിച്ചിട്ട് കാമരൂപിണഃ ജഗ്മുഹു. ഇവിടെ കാമരൂപികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ പ്രച്ഛന്ന വേഷധാരികളായിട്ട്, ആർക്കും അറിയാൻ പാടില്ല ഇവര് ദേവനാണ് ഇന്ദ്രനാണ് ഒന്നും തിരിച്ചറിയാതിരിക്കാനുള്ള കാമരൂപം ധരിച്ചുകൊണ്ട് പ്രച്ഛന്ന വേഷധാരികളായിട്ട് മനുഷ്യരാവാം, മൃഗങ്ങളാവാം, എന്ത് രൂപം വേണമെങ്കിലും അവർ എന്ത് വേഷം കെട്ടിയിട്ടും ഭൂമിയിലേക്ക് അവര് മറഞ്ഞു. അങ്ങനെ കാമരൂപിണഃ ജഗ്മുഹു ഗമിച്ചു, സ്വർഗം വിട്ട് രക്ഷപ്പെട്ടു, പ്രച്ഛന്ന വേഷധാരികളായിട്ട് സഞ്ചരിക്കുകയാണ്.
എവിടെയും അവര് സ്വയം പ്രകടമാവാൻ നിവൃത്തിയില്ല. അങ്ങനെ ദേവേഷ്വതനിലീനേഷു ബലിഹി വൈരോചനഃ പുരീം ദേവധാനീം അധിഷ്ഠായ വശം നിന്നേ ജഗത്രയം. ദേവേഷ്വതനിലീനേഷു ബലിഹി വൈരോചനഃ പുരീം ദേവധാനീം അധിഷ്ഠായ വശം നിന്നേ ജഗത്രയം. അധ ദേവേഷു നിലീനേഷു സത്സു. അനന്തരം ദേവന്മാർ നിലീനരായ സന്ദർഭത്തിൽ, നിലീനരാവുക മറയുക, നിതരാം ലീനരാവുക, അവരെവിടെ പോയി എന്ന് കാണാതെയാവുക, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അങ്ങനെയായി. അപ്പൊ ദേവേഷു നിലീനേഷു സത്സു വൈരോചനഃ ബലിഹി, വിരോചനപുത്രനായ മഹാബലി എന്ത് ചെയ്തു? ദേവധാനീം പുരീം അധിഷ്ഠായ, ആ ദേവധാനി ദേവന്മാരെ ധരിച്ചിരുന്ന പുരി സ്വർഗലോകത്തെ അധിവസിച്ചുകൊണ്ട്, അധിഷ്ഠായ അതിന്റെ ആധിപത്യം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് വശം നിന്നേ, 3 ലോകങ്ങളെയും തന്റെ വശത്തേക്ക് നയിച്ചു. ഇന്ദ്രപദവി കയ്യിലാക്കി കഴിയുന്നതോടുകൂടി രാജാവിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജാവിന്റെ കൂടെയുള്ള എല്ലാവരും അധീനതയിലായി. അല്ലെ? ചെസ് കളിയിൽ അങ്ങനെയല്ലേ? ചെസ് കളിയിൽ രാജാവിനെ തോൽപ്പിക്കുന്നത് വരെ കളിയുള്ളൂ, അത് കഴിഞ്ഞാൽ കളി കഴിഞ്ഞു. അതുപോലെ ഇവിടെ ഇന്ദ്രനെ തോൽപ്പിച്ചതോടുകൂടി പിന്നെ പ്രത്യേക യുദ്ധമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3 ലോകങ്ങളുടെയും ആധിപത്യം മഹാബലി കൈക്കലാക്കി. തം വിശ്വജയിനം ശിഷ്യം ഭൃഗവഃ ശിഷ്യവത്സലാഃ ശതേന ഹയമേധാനാം അനുവ്രതം അയാജയൻ. തം വിശ്വജയിനം ശിഷ്യം ഭൃഗവഃ ശിഷ്യവത്സലാഃ ശതേന ഹയമേധാനാം അനുവ്രതം അയാജയൻ. അങ്ങനെയുള്ള തം വിശ്വജയിനം ശിഷ്യം, അതെങ്ങനെയുള്ളവൻ? അനുവ്രതം എന്ന് പിന്നീട് പറയുന്നുണ്ട്. അനുവ്രതം എന്ന് പറഞ്ഞാലോ നല്ല അനുസരണയാകുന്ന വ്രതത്തോടു കൂടിയവൻ, പിന്തുടരുക എന്ന, ഫോളോ ചെയ്യുക എന്നുള്ള വ്രതത്തോടു കൂടിയവൻ, ഗുരുവിനെ അനുസരിക്കുന്നവനായ വിശ്വജയിനം ശിഷ്യം, വിശ്വത്തെ ജയിച്ചവനായ ആ ശിഷ്യനെ ശിഷ്യവത്സലാഹ ഭൃഗവഃ, ശിഷ്യനോട് വാത്സല്യമുള്ളവരായ ഭൃഗുവംശജന്മാർ, ആ ബ്രാഹ്മണർ, ശുക്രാചാര്യ ആദികൾ, ഹയമേധാനാം ശതേന അയാജയൻ. ഹയമേധങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വമേധങ്ങൾ, ഹയമശ്വം, ഹയമേധം അശ്വമേധം, അതിന്റെ ശതേന 100 കൊണ്ട് അയാജയൻ യാചിച്ചു, യജിപ്പിച്ചു. 100 അശ്വമേധങ്ങളെ കൊണ്ട് മഹാബലിയെ യജിപ്പിച്ചു. അതോടുകൂടിയോ ശക്രഃ എന്നുള്ള ടൈറ്റിലും കൂടി കിട്ടി, ക്വാളിഫൈഡ് ആയി. അല്ലേ? ചില ആളുകൾ ഉദ്യോഗം കിട്ടിയതിന് ശേഷം പഠിച്ച് ക്വാളിഫിക്കേഷൻ നേടി പിന്നീട് സ്ഥിരമാക്കും, ആ സ്ഥാനം ക്വാളിഫൈഡ് ആക്കി മാറ്റും. തൽക്കാലം ഇപ്പോൾ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ആ സ്ഥാനം ഏറ്റെടുക്കും, പിന്നെ ക്വാളിഫൈ ചെയ്യും. ഇതുപോലെ ഇവിടെ മഹാബലി ആദ്യം ബലം കൊണ്ട് സ്വർഗം കീഴടക്കി, പിന്നെ അദ്ദേഹം 100 അശ്വമേധയാഗം ചെയ്തു. ഈ 100 അശ്വമേധയാഗം ചെയ്തതാണ് അടുത്ത ഇന്ദ്രനാവാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത. സാവർണ്യ മന്വന്തരത്തില് അദ്ദേഹത്തിന് ഇന്ദ്രനാവാനുള്ള യോഗ്യത ഇവിടെ 100 അശ്വമേധയാഗം ചെയ്തതാണ്. തദനുഭാവേന ഭുവനത്രയ വിശ്രുതാം കീർത്തിം ദിക്ഷു വിതന്വാനഃ സരേജേ ഉടുരാടിവ. തദനുഭാവേന ഭുവനത്രയ വിശ്രുതാം കീർത്തിം ദിക്ഷു വിതന്വാനഃ സരേജേ ഉടുരാടിവ. തതഃ അനന്തരം തദനുഭാവേന തദനുഗ്രഹേണ, ഏതിന്റെ 100 അശ്വമേധയാഗങ്ങൾ ചെയ്തതിന്റെ അനുഗ്രഹം കൊണ്ട്, ആ പുണ്യം കൊണ്ട്, ഭുവനത്രയ വിശ്രുതാം കീർത്തിം ദിക്ഷു വിതന്വാനഃ, ഭുവനത്രയം 3 ലോകങ്ങളിലും വിശ്രുതമായിരിക്കുന്ന പ്രസിദ്ധമായ കീർത്തിയെ ദിക്ഷു വിതന്വാനഃ, ദിക്കുകളിൽ എന്താ പറയുക, പ്രചരിപ്പിക്കുന്നവൻ, വിസ്തരിക്കുന്നവനായിട്ട് എല്ലാ ദിക്കിലും അദ്ദേഹത്തിന്റെ കീർത്തി പരന്നു. അങ്ങനെയുള്ള സഹ അവൻ ഉടുരാട് ഇവ രേജേ, രേജേ എന്നുള്ളത് രേജ എന്നേ കാണുള്ളൂ, അത് ഉടുരാടിന്റെ വന്നതുകൊണ്ടാണ് രേജ ഉടുരാടിവ. രേജേ രാജിച്ചു എന്നാണ്, പ്രശോഭിച്ചു.
ആരെ പോലെ? ഉടുരാട്ടിനെ പോലെ. ഉടുരാട്ട് എന്ന് പറഞ്ഞാൽ ഉടുരാജാവ്, ഉടൂനാം രാജ. ഉടുക്കൾ നക്ഷത്രങ്ങളാണ്, നക്ഷത്രങ്ങളുടെ രാജാവ് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനെ പോലെ ശോഭിച്ചു. ലോകം മുഴുവൻ ചന്ദ്രൻ നിലാവ് പരത്തും പോലെ തന്റെ ധവളമായ യശസ്സിനെ എല്ലായിടത്തും പരത്തിക്കൊണ്ട് ആ മഹാബലി നക്ഷത്രങ്ങളുടെ രാജാവായ ചന്ദ്രൻ ശോഭിക്കും പോലെ തന്റെ അസുരഗണങ്ങളുടെ നടുവില് ശോഭിച്ചു. ബുഭുജേജശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംബിതാം കൃതകൃത്യമിവാത്മാനം മന്യമാനോ മഹാമനാഃ. ബുഭുജേജശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംബിതാം കൃതകൃത്യമിവാത്മാനം മന്യമാനോ മഹാമനാഃ. ബുഭുജേജ ശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംബിതാം. ദ്വിജദേവ ഉപലംബിതാം ശ്രുദ്ധാം ശ്രിയം ബുഭുജേ. ദ്വിജദേവ ഉപലംബിതാം. ദ്വിജദേവന്മാരെന്ന് പറഞ്ഞാൽ ദ്വിജന്മാരാകുന്ന ദേവന്മാരാൽ, ബ്രാഹ്മണരാകുന്ന ദേവന്മാരാൽ ഉപലംബിതാം പ്രാപിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ശ്രുദ്ധാം ശ്രിയം വർദ്ധിച്ചിരിക്കുന്ന സ്ത്രീയെ, ഐശ്വര്യത്തെ ബുഭുജേ അനുഭവിച്ചു. എങ്ങനെ? കൃതകൃത്യം ഇവ ആത്മാനം മന്യമാനഃ മഹാമനാഃ. മഹാമനാഃ, മഹാനായ മനസ്സോടുകൂടിയവൻ, മഹത്തായ മനസ്സോടുകൂടിയവൻ. ആത്മാനം കൃതകൃത്യം ഇവ മന്യമാനഃ, ആത്മാനം തന്നെ തന്നെ കൃതകൃത്യൻ എന്ന് മനിക്കുന്നവനായിട്ട്, താൻ വേണ്ടതെല്ലാം നേടിയവനായി, ഇനി ഒന്നും നേടാനില്ല, ലോകങ്ങൾ മുഴുവൻ തന്റെ കാൽക്കീഴിലായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടെ അദ്ദേഹം കഴിയുകയാണ്. അതാണ് ഇവ എന്ന് പറഞ്ഞത്. ലോകങ്ങൾ കീഴ്പ്പെടുത്തിയത് കൊണ്ട് കൃതകൃത്യരാവാൻ പോകുന്നില്ല. പിന്നെയോ കൃതകൃത്യരാവണമെങ്കിൽ ആത്മാവിനെ എന്താ പറയാ സാക്ഷാത്കരിക്കണം. അവനവന്റെ യഥാർത്ഥ മഹത്വം അറിയണം. ആത്മസാക്ഷാത്കാരത്തിലൂടെ മാത്രമേ പൂർണ്ണ കൃതകൃത്യതയുള്ളൂ. അതല്ലെങ്കിൽ എവിടെയോ എന്തോ കുറവ് അനുഭവപ്പെടും. ഇനിയും വേറെ ഏതെങ്കിലും ലോകങ്ങളുണ്ട് എന്ന് കേട്ടാൽ ഉടനെ അത് വെട്ടിപ്പിടിക്കാനായിട്ട് പുറപ്പെടും. ഇപ്പോഴത്തെ അറിവിൽ ഇത്രേ ഉള്ളൂ, അത് താൻ കൈയടക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് കൃതകൃത്യത. ഇനിയും വേറെയും ലോകങ്ങളുണ്ട്, അവിടെയും ഇന്ദ്രന്മാരുണ്ട്, അവരെയൊക്കെ തോൽപ്പിക്കണം, എന്നിട്ട് അതുമൊക്കെ കീഴ്പ്പെടുത്തണം എന്നുള്ള അറിവ് കിട്ടിയാൽ അവിടേക്ക് പോകും. പൂർണ്ണതയാവുന്നില്ല. അപ്പൊ ഇവ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കൃതകൃത്യം ഇവ, ജസ്റ്റ് ലൈക്ക് കൃതകൃത്യനെ പോലെ. യഥാർത്ഥ കൃതകൃത്യതയായിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നേടിക്കഴിയുമ്പോൾ ഹാവോ ഒന്നിനി വിശ്രമിക്കാം എന്ന് പറഞ്ഞ് ചാരുകസേരയിൽ വിശ്രമിക്കുമ്പോഴാണ് അടുത്ത ഇടിത്തീ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നുപെടുക. അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ കൃതകൃത്യത. നമ്മൾ എണീറ്റ് ഓടാൻ തുടങ്ങി, പരക്കം പായാൻ തുടങ്ങി, അസ്വസ്ഥരാവാൻ തുടങ്ങി. അപ്പൊ തൽക്കാലമുള്ള കൃതകൃത്യതയേ ഉള്ളൂ, അത് ശാശ്വതമല്ല. ശാശ്വതമാവണമെങ്കിൽ നേടേണ്ടത് നേടണം. എന്താണ് നേടേണ്ടത്? ഏത് ലഭിച്ചാൽ ഇനി ഒന്നും നേടാനില്ലയോ അത് നേടണം. അതാണ് ആത്മാവിനെ നേടണം, ആത്മജ്ഞാനം നേടണം. അപ്പൊ അതുകൊണ്ടിവിടെ തൽക്കാലം കൃതകൃത്യം ഇവ ആത്മാനം മന്യമാനഃ മഹാമനാഃ ദ്വിജദേവോപലംബിതാം ശ്രുദ്ധാം ശ്രിയം ബുഭുജെ. ബ്രാഹ്മണരാകുന്ന ദേവന്മാരാൽ പ്രാപിപ്പിക്കപ്പെട്ട ഐശ്വര്യത്തെ ഭുജിച്ചുകൊണ്ട് കഴിഞ്ഞു. ഹരിയോമിത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇനി അടുത്ത അധ്യായത്തില് ദേവമാതാവായ അതിഥിയുടെ അസുഖം അല്ലെങ്കിൽ എന്താ പറയുക ദുഃഖം അത് കണ്ട് കശ്യപ പ്രജാപതി ആശ്വസിപ്പിക്കുന്നതും അതിഥിക്ക് പയോവ്രതം എന്നുള്ള ഒരു വ്രതം ഉപദേശിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള അധ്യായമാണ് 16-ാം അധ്യായം. നമുക്ക് നാളെ നോക്കാം. നാളെ
നാളെ ഒരു സമയം ഉണ്ടാവുള്ളൂ. നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. കുറച്ച് തിരക്കുകളുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒഴിവില്ല. വൈകുന്നേരങ്ങളിൽ കോട്ടയ്ക്കകം ഹനുമാൻ ക്ഷേത്രത്തില് രാമനവമി പ്രഭാഷണം തുടരുകയാണ്. എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അത് ലൈവ് ചെയ്യുന്നില്ല. കാരണം എല്ലാം നമ്മൾ തന്നെ ചെയ്യും വേണം. മാത്രമല്ല 2 തരം ഓഡിയൻസ് ആവും. ഒന്ന് മുമ്പിലിരിക്കുന്നത്, ഒന്ന് ലൈവിലിരിക്കുന്നത്. ഇത് 2 തരത്തിൽ അഡ്രസ് ചെയ്യണം. അത് വേണ്ട. അവിടെ ഉള്ളവരെ മാത്രം അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് നേരിട്ടുള്ള പ്രഭാഷണമാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ വരാം. പാലക്കാട് കോട്ടയ്ക്കകം ദിവസവും 5 മണി മുതൽ 6:30 വരെയാണ് അവിടെ നടക്കുന്നത്. അത് 16-ാം തീയതി വരെ തുടരും. 17-ാം തീയതി രാമനവമിയാണ്. അപ്പോൾ നാളെ ഒഴിവുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ മറ്റന്നാൾ. ഹരിയും നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഓം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി.